നന്മയുടെ ലഭ്യാനുഭൂതി സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട പ്രഭാഷകൻ സി ഹംസ സാഹിബ് നസീം ജാമിയ ആർട്സ് ഫെസ്റ്റ് 2016 ആവേശഭരിതമായ സദസ്സിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. സാദരം ക്ഷണിക്കുന്നു. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. والصلاة والسلام على سيدنا مولانا محمد خاتم الأنبياء والبشير الحكيم وعلى آله الطيبين الطاهرين وأصحابه أجمعين. വേദിയിലിരിക്കുന്ന ഉസ്താദുമാരെ, സദസ്സിലെ സഹൃദയരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇവിടെ നടന്ന മത്സരങ്ങളിൽ വിജയിച്ചവരെ അഭിനന്ദിക്കുന്നു. ഈ പരിപാടിയുടെ ഉദ്ദേശ്യം എന്താണെന്ന് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ അടിവരയിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നിങ്ങളോട് പറയുകയുണ്ടായി. വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുക, അത് കണ്ടെത്തിയിട്ട് വികസിപ്പിക്കുക. സാധാരണ രീതിയിൽ ഓരോരുത്തർക്കും അവരുടെ കഴിവ് വളരെ ശക്തമാണെങ്കിൽ അത് കണ്ടെത്തേണ്ട ആവശ്യമുണ്ടാവില്ല. അത്തരം കഴിവുകൾ ഓവർഫ്ലോ ചെയ്യും, പുറത്തേക്ക് വരും. ആരും കണ്ടെത്താൻ ശ്രമിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. വേർഡ്സ്വർത്ത് അല്ലെ, ലോകത്തെ ഏറ്റവും പ്രസിദ്ധനായ ഇംഗ്ലീഷ് സാഹിത്യകാരനാണ് വേർഡ്സ്വർത്ത് വളരെ കുട്ടിയുടെ സമയത്ത് തന്നെ 5 വയസ്സാവുമ്പോ തന്നെ കവിതയൊക്കെ എഴുതിയിരുന്നു. 5 വയസ്സുള്ളപ്പോ തന്നെ കുട്ടി നോട്ട് പുസ്തകത്തിൽ നിറച്ച് കവിത എഴുതും. അപ്പൊ സ്കൂൾക്ക് നോട്ട് പുസ്തകം വാങ്ങിക്കൊടുത്ത ഒരാഴ്ചക്ക് കഴിയില്ല. അങ്ങനെ അച്ഛനെ ദേഷ്യം പിടിച്ചിട്ട് അച്ഛനിത് കവിത ഒന്നും എന്താണെന്ന് അറിയില്ല. അപ്പൊ കുട്ടി ആകെ നോട്ട് പുസ്തകത്തിൽ കുത്തിയടിച്ച മാതിരിയാണ് മൂപ്പർക്ക് തോന്നിയത്. അതിൽ കുട്ടിനെ പിടിച്ചിട്ട് രണ്ടാം പൊടിച്ചിട്ട് പറഞ്ഞു, ഒരു നോട്ട് പുസ്തകം വാങ്ങിത്തന്ന ഒരാഴ്ചക്ക് കഴിയില്ല, എവിടുന്ന അത് ഇത്ര ആഴ്ചക്കാഴ്ചക്ക് എനിക്ക് നോട്ട് പുസ്തകം വാങ്ങിത്തരാനാണ്. അടി കിട്ടിയ ഉടനെ കുട്ടി, പപ്പ മമ്മ ബീച്ച് മീ നോട്ട് പോയട്രി ഷാൾ ഐ നെവർ റൈറ്റ്. അച്ഛ അമ്മേ തല്ലല്ലേ, കവിത നിർത്താൻ കൊണ്ട് പറ്റൂല. ആ കവിതയാണ് കുട്ടിക്ക് തല്ലിട്ടിയ സമയത്ത് കണ്ണീരും അല്ല വേദനയല്ല വരുന്നത്, കവിതയെ വരുന്നത്. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം ഉള്ളിലുള്ളത് കൊണ്ടേ. അദ്ദേഹമാണ് പിന്നെ ലോകപ്രസിദ്ധനായ റൊമാൻറ്റിക്, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ റൊമാൻറ്റിക് പ്രസ്ഥാനത്തിന്റെയൊക്കെ ആചാര്യനായിട്ട് അറിയപ്പെട്ട വേർഡ്സ്വർത്ത്. അപ്പൊ ചിലരെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ നിറഞ്ഞു നിൽക്കും, സാഹിത്യവും കലയൊക്കെ നിറഞ്ഞു നിൽക്കും. അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ അത് തടുക്കാൻ കഴിയൂല, എന്തായാലും തടുക്കാൻ കഴിയൂല. അതേസമയത്ത് ഇത്തരത്തിലുള്ള കഴിവൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചൊക്കെ ഉള്ളുവെങ്കിൽ അതാണ് കണ്ടെത്തേണ്ടി വരും. വളരെ ശക്തമാണെങ്കിൽ ഓവർഫ്ലോ ചെയ്യും. പക്ഷെ അത്ര തന്നെ അല്ലെങ്കിൽ പിന്നെ കണ്ടെത്തേണ്ടി വരും, ഉണ്ടോ നോക്കേണ്ടി വരും. അതാണല്ലോ ഒരു പശുവിനെ കറക്കണ സമയത്ത് ആ പശുവിന്റെ വീട്ടില് നല്ലോണം പാലുണ്ടെങ്കിൽ ഒഴുകി വരുമല്ലോ. അത്രത്തോളം അല്ലെങ്കിൽ പിന്നെ മുട്ടി അങ്ങനെ ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അതേപോലെ തന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മുട്ടേണ്ടി വരും. അപ്പൊ അതാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടതാണ്. ഇതിനുള്ള അവസരങ്ങളാണ്. വിദ്യാർത്ഥികളുടെ ഉള്ളിൽ കഴിവുണ്ടോ നോക്കുക, ആരാഞ്ഞു നോക്കേണ്ടി വരും. നമുക്കൊക്കെ ഉണ്ടാവും കഴിവ്, പക്ഷെ ഈ കഴിവുകളൊക്കെ ആരാഞ്ഞു നോക്കണം, അന്വേഷിച്ച് നോക്കണം. ഞാൻ ആദ്യമായിട്ട് കവിത എഴുതുന്നത്, ആദ്യമായി മലയാളത്തിൽ കവിത എഴുതുന്നത് ഒരു അക്ഷരശ്ലോക മത്സരത്തിൽ പങ്കെടുത്തപ്പോഴാണ്. അക്ഷരശ്ലോക മത്സരത്തിൽ പങ്കെടുത്തിട്ട് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു കവിത ചൊല്ലി. ഓടക്കാറൊത്തൊഴ കോമളാവേണിയിൽ ചൂടിയ ചെമ്പകപ്പൂവിൽ നിന്നും ഒറ്റക്കൊരു കൊച്ചിതേളു തന്നാൽ മതി, മുറ്റും കൃതാർത്ഥനായി ഞാൻ മടങ്ങാം. 2-3 പ്രാവശ്യം ചൊല്ലിയിട്ട് പിന്നെ അതിന്റെ അപ്പുറം വരുന്നില്ല, മറന്നീന്നു. അപ്പൊ 3 പ്രാവശ്യം ചൊല്ലിയിട്ട് വീണ്ടും ചൊല്ലി നോക്കി. കോടക്കാറൊത്തൊഴ കോമളാവേണിയിൽ ചൂടിയ ചെമ്പകപ്പൂവിൽ നിന്നും ഒറ്റക്കൊരു കൊച്ചിതേളു തന്നാൽ മതി, മുറ്റും കൃതാർത്ഥനായി ഞാൻ മടങ്ങാം. മുത്തുമണികൾ പോൽ വെട്ടിത്തിളങ്ങുമാ കണ്ണീർ കണങ്ങളിൽ നിന്നൊരെണ്ണം ദാഹിച്ചു സൃഷ്ടിച്ച ചുണ്ടിൽ പകർന്നാലും ദാഹം ക്ഷണിപ്പിച്ചു ഞാൻ മടങ്ങാം. ഈ രണ്ടാമത് ചൊല്ലിയത് ഇന്റതാണ്, അപ്പോ വന്നതാണ്. അത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതയുടെ തുടർച്ചയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ജഡ്ജസ് എനിക്ക് മാർക്കൂട്ടും സമ്മാനവും കിട്ടി.
അത് എന്തേ ഇവിടെ സംഭവിച്ചത്? ഞാൻ കുടുങ്ങിയപ്പോ അല്ലെ ആരാഞ്ഞു നോക്കി, എന്റെ ഉള്ളിലുണ്ടോ നോക്കി. അപ്പോ കവിത്വത്തിന്റെ ഒരല്പം ഇങ്ങനെ ഉള്ളിലുള്ളതുകൊണ്ട്, തീരല്ലേ കഴിയൂല, കുറച്ചൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ അന്വേഷിച്ച് തെരഞ്ഞു നോക്കിയപ്പോ ഇങ്ങോട്ട് വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് മലയാളത്തിൽ കവിത എഴുതുന്നത് അങ്ങനെയാണ്, ആ ഇടക്ക് വന്ന വരിയാണ്. അപ്പൊ അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ് പിന്നെ അപ്പോ ഇല്ലെങ്കിൽ ഇപ്പോ ഒരു പേർഷ്യൻ ചക്രവർത്തി, ഒരു പേർഷ്യൻ രാജാവ്, അയാൾക്ക് കവിത എഴുതാൻ ഭയങ്കര മോഹം. കാജാർ രാജവംശത്തിലെ രാജാവ്, അദ്ദേഹത്തിന് കവിത എഴുതാൻ ഭയങ്കര പൂതി. അതിലിങ്ങനെ പെണ്ണും കടലാസിരുന്ന് നേരം വെളുത്ത് വൈകുന്നേരവോളം ഇരുന്നോക്കി, ഇരുന്നിട്ട് വരണ്ടേ. അവസാനം വന്നു ദർജഹൻ ഷു ഹുസ്ന യൂസുഫ് കസനദി, ദർജഹൻ ഷു ഹുസ്ന യൂസുഫ് കസനദി. പിന്നെ വരുന്നില്ല. അതിലൊരു കവിയെ വിളിച്ചേർത്തി, കവി ഇതൊന്നും മുഴുവനാക്കി തരുമെന്ന് വെച്ചു. കവി പെണ്ണും കടലാസും വാങ്ങിയിട്ട് ഉടനെ ദർജഹൻ ഷു ഹുസ്ന യൂസുഫ് കസനദി ഹുസ്ന ആൻദാറബിക യൂസുഫ് ആഫരി. കണ്ടില്ല ഞാനിങ്ങു ലോകത്തിലെങ്ങുമേ യൂസുഫിൻ സൗന്ദര്യം പോലതൊന്ന്, കാണില്ല പക്ഷേ എന്നോർക്കണം യൂസുഫിൻ സൃഷ്ടാവിൻ സൗന്ദര്യം എത്രയെന്ന് എന്നാണ് പൂരിപ്പിച്ചു കൊടുത്തു അപ്പൊ തന്നെ. അപ്പോ ഇത് സംഭവിച്ചെന്താ വെച്ചാൽ രാജാവിന് വലിയ കഴിവൊന്നുമില്ല, അതുകൊണ്ട് കവി വന്നപ്പോൾ വളരെ പെട്ടെന്ന് പൂരിപ്പിക്കാൻ സാധിച്ചല്ലോ. അങ്ങനെയാണ് ഏത് കഴിവും അങ്ങനെ തന്നെ. നേരം വെളുത്ത് വൈകുന്നേരം ആവോളം ചിത്രം വരയ്ക്കാൻ വേണ്ടി പെണ്ണും കടലാസ് എടുത്ത് അങ്ങനെ ഇരുന്ന് അവസാനം വൈകുന്നേരം ആവുമ്പോഴും വന്നിട്ടുണ്ടാവില്ല. അപ്പോഴേക്കാരൊരു ചെറിയ കുട്ടി ഇങ്ങനെ വരുന്നുണ്ടോ, കുട്ടി എവിടെ വന്നാ അങ്ങനെ കുട്ടി വന്നു, ഈച്ചേ എനിക്ക് ഇതൊന്നും ഇതിലൊരു ചിത്രം വരച്ചെന്നാ. ഈ കുട്ടി 2-4 വര വരച്ചപ്പോ നരേന്ദ്രമോദിയുടെ മോണ്ട. ഇയാള് നേരം വെച്ച് വൈകുന്നേരം ആവോളം ഇരുന്ന് നോക്കിയിട്ടും വരണ്ടേ, പക്ഷെ ഈ കുട്ടി 4 വര വരച്ചുള്ളൂ അപ്പോഴേക്ക് ഇതാ. അപ്പൊ അതാണ് കഴിവ്. ഇങ്ങനെ വ്യത്യസ്തമായ കഴിവുകളായിരിക്കും ആളുകൾക്ക് ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ ഈ മത്സരത്തില് നിങ്ങൾ എന്തൊക്കെ മേഖലയിൽ ഏതൊക്കെ ഐറ്റം മത്സരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിലൊക്കെ ഏറ്റവും ഉജ്ജ്വലമായി നിൽക്കേണ്ടതും നിങ്ങൾ അവശേഷിപ്പിക്കേണ്ടതും എന്താ വെച്ചാൽ പാട്ട് പാടുന്ന കാര്യത്തിൽ മത്സരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ നല്ല ഗായകന്മാരെ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളൊക്കെ വലിയതായി കോളേജിൽ നിന്ന് പൈസയൊക്കെ ആയിപ്പോയാൽ പിന്നെ നിങ്ങൾ പാടാൻ നടക്കൂല. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് കൊടുക്കാൻ ചിലപ്പോൾ ബാങ്ക് വിളി മത്സരം ഉണ്ടാവും. ബാങ്ക് വിളി മത്സരത്തിൽ നന്നായി ബാങ്ക് കൊടുക്കാൻ കഴിയുന്ന ഒരാളെ പറ്റി തീരുമാനിച്ചു, ജഡ്ജസ് തീരുമാനിച്ചു, ഇവിടുന്ന് ട്രോഫി വാങ്ങി. പക്ഷെ പൈസയായി പോയാൽ നിങ്ങളാരും ബാങ്ക് കൊടുക്കാൻ മിക്കവാറും നിൽക്കൂല. ഈ കുടുങ്ങിയ ചിലപ്പോൾ അങ്ങനെയൊക്കെ പോകേണ്ടി വരും. എന്തായാലും അങ്ങനെ അതേപോലെ തന്നെ നിങ്ങൾ പിന്നെ വരക്കാനാവട്ടെ ഇങ്ങനെ ഇതിനൊന്നല്ല നിൽക്കുക. അവസാനം ഒരു പണ്ഡിതനായിട്ടുണ്ടെങ്കിൽ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ച പോലെ നിങ്ങളിൽ അവശേഷിക്കുന്നതും പിന്നീട് നിങ്ങൾ പ്രയോഗവൽക്കരിക്കുന്നതും നിങ്ങളുടെ പ്രസംഗ കഴിവാണ്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇന്നത്തെ കാലത്തെ നാക്കിന്റെ കഴിവ് അങ്ങനെയില്ലേ? നാക്കിന്റെ കഴിവ് ലിസാനി വസൈഫി സാരി മാനി കിലാഹുമ വയബുലുഹുമാലായ ബുലുഹുസൈഫും ഇതുവരി എന്നല്ലേ കവി ചൊല്ലിയത്. ലിസാനി വസൈഫി സാരി മാനി കിലാഹുമ, എന്റെ നാക്കും എന്റെ പിന്നെ വാളും രണ്ടും നല്ല മൂർച്ചയുള്ളത് തന്നെയാണ്. പക്ഷേ എന്റെ വാള് എത്താത്തയിടത്തേക്ക് എന്റെ നാക്ക് എത്തുന്ന. അപ്പോ ഈ നാക്കിന്റെ ശക്തിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് വളർത്തേണ്ടത്. ഞാനിപ്പോ ഇവിടെ പറയുന്നു, ഇന്നലെ ഞാൻ കണ്ണൂർ ജില്ലയിലെ ഈ ഇവിടെ കുഞ്ഞിപ്പള്ളി എന്നുള്ള സ്ഥലത്തിന്റെ ലേശം അപ്പുറത്തേക്കും അവിടെ രാത്രി എന്നിട്ട് തിരിച്ചെത്തിയത് ഒരു 4-4:30 മണിയായപ്പോൾ അവിടെ തിരിച്ചെത്തിയത്. എന്തിനാ പോയതെന്ന് വെച്ചാല് അവിടെ ഈ ചേകനൂരിന്റെ ആൾക്കാർ ഒരുപാടുണ്ടായിക്കണോരോ. ചേകനൂര് ആരോ തട്ടിക്കൊണ്ടുപോയി മെച്ചൊല്ലി നമുക്കറിയില്ല, നമുക്കറിയാത്ത കാര്യമാണല്ലോ പറയാൻ വെച്ചല്ലോ. എന്തായാലും അയാൾ ആരോ കൊണ്ടുപോകുകയോ ചെയ്തു. അങ്ങനെ അയാളെ അനുയായികൾ കുറെ ആൾക്കാർ, പ്രത്യേകിച്ച് ലോ കോളേജിലൊക്കെ പഠിക്കുന്ന ചെറുക്കന്മാര്, ഈ ചെറുക്കന്മാരൊക്കെ പാടെ കൂടിയാണ് ചേകനൂരിന്റെ ആശയം. അവർക്ക് ഒരു പുസ്തകം, ഒരു പ്രസിദ്ധീകരണമുണ്ട്, പിന്നെ വേദദർശനം എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണമുണ്ട്. ആ പ്രസിദ്ധീകരണമൊക്കെ അവിടുത്തെ പെണ്ണുങ്ങളിടയിൽ അടക്കം എത്തിയിട്ട് ഇതിൽ കുറെ ആൾക്കാരും കുടുങ്ങിക്കാം. എന്നിട്ട് ഇത്തരം ചെറുപ്പക്കാർ എന്നിട്ട് ആ മഹല്ല് കമ്മിറ്റി ഏർപ്പെടുത്തിയതായിരുന്നു ഒരു പരിപാടി. ഈ ശേഖരൂരിന്റെ ആൾക്കാരുടെ വാദങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി, അതിന് മറുപടിയൊക്കെ പറയാൻ വേണ്ടി വിളിച്ചത്. ഏതായാലും ഞാൻ പോയി ചെന്നിട്ട് എന്തൊക്കെ ഒരു പുതിയതായിട്ട് പറയുന്നത് നമുക്ക് അറിയില്ലല്ലോ. അവിടുത്തെ ആൾക്കാർക്ക് വിളിച്ചിട്ട് ഏതായാലും ചെന്നപ്പോ ഈ പ്രസിദ്ധീകരണത്തിന്റെ ഒരു കോപ്പി എനിക്ക് തന്നു. എന്നിട്ട് ഞാൻ അവിടെ പ്രസംഗിച്ചു. ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, പിന്നെ ചേകനൂരിന്റെ ഏറ്റവും വലിയ വാദം വെച്ചാൽ എന്റെ അടുത്ത് മുമ്പ് ഞങ്ങൾ വന്നിരുന്നു, ഒരു ചങ്ങായി വന്നിരുന്നു എൻ്റെ അടുത്ത്. അയാളും അവിടെ പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളുടെ ഒരു ഡോക്ടർ ജലീൽ, അയാള് എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ വന്നതാണ് ഞാൻ കാരണം.
എന്തേപ്പോന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ചേകരൂർ മൗലവിന്റെ അനുയായിയാണ്, മൗലവിന്റെ വാദങ്ങളൊക്കെ ഞാൻ എന്നെ വല്ലാതെ ആകർഷിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മൗലവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്താന്ന് ചോദിച്ചു. പ്രമാണമായിട്ട് ഖുർആൻ മതി, വേറൊന്നും വേണ്ട, ഖുർആൻ മാത്രമേ പ്രമാണം കൊണ്ടുള്ളൂ, വേറൊന്നും വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നല്ല അഭിപ്രായം, എനിക്ക് നല്ലോണം പറ്റിയായിരുന്നു. കാരണം എന്താ വെച്ചാല് 300 പേജ് പഠിച്ചാൽ ഹാരിമാകാലോ. മറ്റത് എന്തൊക്കെ ഈ ബുഖാരി, മുസ്ലിം, നസായി, തുർമദി എന്നൊക്കെ പറഞ്ഞ് ബൈലാവി എന്തെല്ലാം പഠിക്കണം. ഒരാളൊരു ഫൈസി ആയി കിട്ടണമെങ്കിൽ എത്ര പഠിക്കണം, ഒരാളൊരു ദാരിമി ആയി കിട്ടണമെങ്കിൽ എത്ര പഠിക്കണം, ഒരു പണ്ഡിതനാവാൻ എത്ര പഠിക്കണം. അതേ സമയത്ത് 300 പേജ് പഠിച്ചാൽ മതിയല്ലോ. അപ്പോ നല്ല ആശയം എനിക്ക് നല്ലോണം പറ്റിയായിരുന്നു. അപ്പൊ ഈ ആശയങ്ങൾക്ക് എവിടെ കിട്ടിയത് ചോദിച്ചു. അത് ഖുർആനിൽ നിന്ന് കിട്ടിയതായിരുന്നു. ആയിക്കോട്ടെ, ഖുർആനിൽ ഈ ആശയം എന്നുണ്ട് ഇതിൽ ചോദിച്ചു. ആ എന്നുണ്ട്, ഖുർആൻ അവതരിച്ചത് മുതൽക്കേ അല്ലേ ഉണ്ട്. അവസാനം ശേഖരൻ മൗലവി പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് ചോദിച്ചു. ആ മൗലവി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പറഞ്ഞു. അപ്പൊ ഖുർആൻ മനസ്സിലാക്കാൻ ഖുർആനും ശേഖരൻ മൗലവിയും വേണ്ടേന്ന് വെച്ചു. അപ്പൊ മൗലവി പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായി. അപ്പൊ ഖുർആൻ മനസ്സിലാക്കാൻ മൗലവി ഖുർആൻ മാത്രം പോരാ, ഖുർആനും ശേഖരൻ മൗലവിയുമാണ്. അപ്പൊ അടുത്ത ചോദ്യം, ഖുർആൻ മനസ്സിലാക്കാൻ ഖുർആനും ശേഖരൻ മൗലവിയാ നല്ലത്, ഖുർആനും മുഹമ്മദ് നബിയാ നല്ലത് എന്നുള്ളതാണ്. നമ്മളെ അഭിപ്രായം മുഹമ്മദ് നബിക്കാരൻ നല്ലതെന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശേഖരൻ മൗലവിയാന്ന് വിശ്വസിച്ചോളിന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഇത് അതോടുകൂടി പിന്നെ അയാൾക്ക് ഇതൊന്നും പറയണ്ടായില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ പ്രസംഗം ഇങ്ങനെ തുടങ്ങി. അങ്ങനെ 1-2 മണിക്കൂർ പ്രസംഗിച്ചു. അവര് ചോദ്യം ചോദിക്കുന്നൊക്കെ നേരത്തെ കമ്മിറ്റിക്കാരെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു. അങ്ങനെ ചോദ്യം എഴുതി തരുമെന്ന് പറഞ്ഞു. ചോദ്യം നേർക്ക് നേരെ ചോദിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. പ്രസംഗം 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരും ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല, എഴുതി തന്നതുമില്ല. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ എന്റെ പോയിച്ച പറയാൻ വേണ്ടിയിട്ടല്ല. ഞാൻ പോയി പ്രസംഗിച്ച് ഇങ്ങനെ ജയിച്ചു പോന്നു, ജേതാവായി പോന്നു എന്ന് പറയാനല്ല. പിന്നെ നിങ്ങള് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ പല ഹലാത്തും ലോകത്തും ഇങ്ങനെ വരിക, ഇതിനൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാനേ, അതിനെ നന്നായിട്ട് മറുപടി കൊടുക്കാനുള്ള നാക്കാണ് നിങ്ങൾ ഏറ്റവും ശക്തിപ്പെടുത്തേണ്ടത്. അതിനാണ് മൂർച്ച കൂട്ടേണ്ടത്. അതുകൊണ്ട് പ്രസംഗ മത്സരം, പ്രസംഗത്തിന് ഏറ്റവും കൂടുതൽ ഉസ്താദ് പറഞ്ഞ പോലെ വാഴാണെങ്കിൽ അത് ജനങ്ങളെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റും. പക്ഷേ പിന്നെ ഈ പ്രസംഗം എന്ന് പറയുമ്പോൾ അതുപോലെ ഈ നന്നായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റുക, വിശ്വാസത്തിൽ നിന്ന് തന്നെ തലമുറ വ്യതിചരിച്ചു പോകുക. നമ്മളെ കോളേജിന് നജാത്ത് സയൻസ് കോളേജില് MA ക്ലാസ് എടുക്കുകയാണ് ഒരു കഴിഞ്ഞ ആഴ്ചയില്. അങ്ങനെ ഞാന് പിന്നെ നെഹ്റുവിന്റെ ഒരു പാഠം പഠിപ്പിക്കണം. പുസ്തകത്തിലുണ്ടായതിനെ നമ്മൾ പഠിപ്പിക്കണമല്ലോ. മൈ ഫിലോസഫി ഓഫ് ലൈഫ് എന്ന, എന്റെ ജീവിതത്തിന്റെ ഫിലോസഫി എന്നാണ്. അതിൽ അദ്ദേഹം നിരീശ്വരവാദിയാണ്. ജവഹർലാൽ നെഹ്റു നിരീശ്വരവാദിയായിരുന്നല്ലോ, അദ്ദേഹം ഈശ്വര വിശ്വാസിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ നിരീശ്വരവാദം സമർത്ഥിക്കുന്ന ഒരു ലേഖനമാണ്. അതാണ് ഞാൻ പഠിപ്പിക്കേണ്ടിയിരുന്നത്. കുട്ടികൾക്ക് ഇത് പഠിപ്പിക്കണ കൂട്ടത്തില് നെഹ്റു പറയാണ്, ഞാൻ പിന്നെ ദൈവവിശ്വാസികൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാല് കാര്യകാരണ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പ്രപഞ്ചം ഉണ്ടാവണമെങ്കിൽ പ്രപഞ്ചം ഉണ്ട്, അപ്പൊ പ്രപഞ്ചമുള്ള സ്ഥിതിക്ക് ദൈവം ഉണ്ടാവണം. അപ്പൊ ഒരു കാര്യം ഉണ്ടാകുമ്പോ കാരണം ഉണ്ടാവണം, കാരണം ഇല്ലെങ്കിൽ കാര്യം ഉണ്ടാവില്ല. ആ കാരണമുണ്ടെങ്കിൽ അതേ കാര്യമേ ഉണ്ടാവൂ. ആ കാര്യം ഉണ്ടാവണമെങ്കിൽ ആ കാരണം ഉണ്ടായിരിക്കണം എന്നൊക്കെയാണല്ലോ കാര്യകാരണ സിദ്ധാന്തം എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ കാര്യകാരണ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുമ്പോ പിന്നെ അബ്സല്യൂട്ട് ആയിട്ടുള്ള പരമമായ ഒരു കാരണത്തിലേക്ക് എത്തിച്ചേരും. ആ പരമമായ കാരണത്തിനും ഇതേ തത്വം വെച്ചുകൊണ്ട് തന്നെ കാരണം വേണ്ടേ എന്നാണ് നെഹ്റു ചോദിക്കുന്നത്. ഇതിന് ഉത്തരം കിട്ടാതെ ഇങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കാമെന്നാണ് നെഹ്റു ചോദിക്കുന്നത്. അപ്പോ ഇതന്നെയാണ് ഇപ്പൊ നിരീശ്വരവാദികളൊക്കെ ഇപ്പോ ബർട്രാൻഡ് റസ്സൽ അദ്ദേഹത്തിന്റെ വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ, എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യൻ അല്ല എന്നുള്ള പുസ്തകമുണ്ട് ഇദ്ദേഹത്തിന്റെ. ആ പുസ്തകത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം തന്നെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചോളാം. അവസാനം അദ്ദേഹം മരണത്തിന്റെ തൊട്ട് മുമ്പായിട്ട് ഇതൊരു പുസ്തകം കാണാമത് പിക്ചറി എന്ന് പറഞ്ഞിട്ട് നിരായുധ സമരം, ആ വിജയം, ആ പുസ്തകത്തിൽ അദ്ദേഹം ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് അന്വേഷണത്തെ അതിർത്തി നിശ്ചയിക്കരുത്, അതുകൊണ്ട് വീണ്ടും അന്വേഷിക്കണം എന്നൊക്കെ അവസാനം അദ്ദേഹം ഈ ജീവിത സായാഹ്നത്തിൽ എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകത്തില് നെഹ്റു ചോദിക്കുന്ന ഈ ചോദ്യം ഞാൻ കുട്ടികളോട് ചോദിച്ചു. നിങ്ങളൊക്കെ ഇപ്പൊ ദൈവവിശ്വാസികളാണല്ലോ, ഹിന്ദു കുട്ടികളുണ്ട്, മുസ്ലിം കുട്ടികളുണ്ട്, ക്രിസ്ത്യാനി കുട്ടികളുണ്ട്, ഒക്കെ ഉണ്ട്. ഏതായാലും ഒക്കെ നോക്കനാട്ട കുട്ടികളുണ്ട്, കൂറിട്ട കുട്ടികളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ നിങ്ങളൊക്കെ ഇപ്പൊ MA പഠിക്കുമ്പോൾ കുറച്ചൊക്കെ മുതിർന്ന കുട്ടികളല്ലേ, നിങ്ങളൊക്കെ ദൈവവിശ്വാസികളാണല്ലോ, നിങ്ങൾക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? നമ്മളെ ക്ലാസ്സിലുള്ള കുട്ടികളോട് ചോദിക്കാണ്. മുസ്ലിം കുട്ടികളുടെ കൂട്ടത്തില് 10, 21, 22 വയസ്സായിട്ടുള്ള കുട്ടികളല്ലേ, നിങ്ങൾ ദൈവവിശ്വാസികളാണല്ലോ, നിങ്ങൾ നോക്കാനായിട്ട് ഇരിക്കണ്ടല്ലോ, നിങ്ങൾ നിസ്കരിച്ചവരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്താന്ന് പറഞ്ഞു. ആർക്കും ഉത്തരം പറയാൻ നിശ്ചയമില്ല. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി നിർത്തികളി, നീ നിസ്കാരത്തെ നിർത്തിക്കളി, കാരണം വിശ്വാസം ഇല്ലാതെ പിന്നീട് നിസ്കാരങ്ങളെ നിസ്കാരം ഇനി അമ്പലത്തിൽ പോകുമ്പോൾ നിർത്തിക്കളുകൊണ്ട്, പൂജ എന്ത് പൂജ വിശ്വാസം ഇല്ലാതെ, പിന്നെ നിങ്ങൾ ചർച്ചിൽ പോകുന്നതൊക്കെ നിർത്തിക്കളുകൊണ്ട്, എന്ത് ചർച്ച പിന്നെ വിശ്വാസം ഇല്ലാതെ
നിങ്ങൾക്ക് ദൃഢവിശ്വാസമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താണ് നിങ്ങൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം? ഇല്ലെങ്കിൽ നിങ്ങൾ പെരിയിൽ പോയിട്ട് നാളെ വരുമ്പോ പറഞ്ഞു തരണം. നിങ്ങളെ വാപ്പാരോട് ഉമ്മാരോട് അച്ഛന്മാരോട് അമ്മമാരോടൊക്കെ ചോദിച്ചിട്ട് നാളെ പറഞ്ഞു തരണം എന്നാണ്. പിറ്റേ ദിവസം പറഞ്ഞപ്പോ കുട്ടികൾ പറഞ്ഞു, സേർ ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞു. എനിക്കത് വിശ്വസിച്ചാൽ പോരെ, ചോദ്യം ചെയ്യാൻ വന്നിക്കാന്നൊക്കെ പറഞ്ഞാൽ ചീത്ത പറഞ്ഞു തരീന്നൊക്കെയാണ്. അപ്പൊ അതിന്റെ ഉത്തരം പറയാൻ നിശ്ചയല്ലോ ദൂർക്കും. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, വിശ്വാസം ഉണ്ടാവുമ്പോ ആ വിശ്വാസത്തിന് അതിൻ്റെതായ റീസൺ, അതിൻ്റെതായ ലോജിക്കൽ ബേസ് ഉണ്ടാവണ്ടേ. അപ്പൊ അങ്ങനെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരീശ്വരവാദികള്, യുക്തിവാദികള്, അതേപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ വളർന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മർക്കസുൽ ബിഷാറയുടെ പെണ്ണാള് നമ്മളെ ഇബാദിന്റെ ഒരു നേതാവ് എന്നോട് പറഞ്ഞു, മർക്കസുൽ ബിഷാറയുടെ പ്രവർത്തനം വളരെ ശക്തിപ്പെട്ടുകൊണ്ട് മഞ്ചേരിയില് മർക്കസുൽ ബിഷാറ അറിയാൻ നിങ്ങൾക്ക് ഫാദർ അലി അദ്ദേഹത്തിന്റെ മർക്കസുൽ ബിഷാറ വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എത്രയോ ചെറുപ്പക്കാര് മാമോദീസം മുക്കാൻ വേണ്ടിയിട്ട് 10-20 മുസ്ലിം ചെറുപ്പക്കാര്, ആ കൂട്ടത്തിൽ പൈസിമാരുണ്ടത്രേ. അദ്ദേഹം പറയാണ്, എന്നോട് ഇബാദിന്റെ ഒരു നേതാവ് പറഞ്ഞതാണ്, പൈസിമാർ പോലും ഉണ്ടത്രേ. എന്താ കാരണം എന്ന് വെച്ചാൽ നേഹവും ചെറുപ്പൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലോണം വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കും പഠിക്കും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ സംശയം ഉണ്ടാവൂലേ. ഉദാഹരണം പറഞ്ഞാല് പരിശുദ്ധ ഖുർആനിലെ ഇസ്നി അശറ, ഇസ്നാ അശറന്റെ ശേഷം മുഫറദല്ലേ വേണ്ട തമ്മീസായിട്ട്. അപ്പൊ അതേ സമയത്ത് ഇസ്നി അശറ അസുബാത്ത് ഖുർആനിൽ ജമ്മു ഉപയോഗിച്ചിട്ടില്ലേ? ആ ഇസ്നാശറ പറഞ്ഞതിന് ശേഷം പിന്നെ മുഫറദല്ലേ തമ്മീസായിട്ട് വരേണ്ടത്. അതേ സമയത്ത് ഖുർആനിലെ ഇസ്നാശറ അസുബാത്ത് എന്ന് ഉപയോഗിച്ചിട്ടില്ലേ? ഇയാൾ ചോദിക്കുകയാണ്, അലവി ചോദിക്കുകയാണ് ഉസ്താദുമാരോടും മൂല്യമാര് പൈസിമാരോടൊക്കെ ചോദിക്കുക. ആ പോലിങ്ങനെ അന്തം വിട്ടുകാണ്ട് ഇങ്ങനെ സംശയം ജനിപ്പിച്ചുകാണ്ട് അവരെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് 10-20 ചെറുപ്പക്കാരെ പിന്നെ മാമോദീസം മുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്നൊക്കെ ആ നമ്മളെ ഇബാദിന്റെ ഒരു പ്രവർത്തകൻ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ അത് പറയാൻ കാരണം എന്താ വെച്ചാല്, ഇത്തരത്തിലുള്ള ഭയങ്കര ത്രെറ്റുകൾ, ഭയങ്കര ഭീഷണികള് നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതിനൊക്കെ ഉള്ള ആയുധം, അതിനൊക്കെ നേരിടാൻ ആവശ്യമായിട്ടുള്ള നിങ്ങളെ പോരാട്ടം, ഇവിടെ നടന്ന പോരാട്ടം ഉണ്ടല്ലോ, സ്ട്രഗിള്. ആ സ്ട്രഗിള് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ നേടിയിട്ട് ഉള്ള സ്ട്രഗിള് നമ്മുടെ സമൂഹത്തിന്റെ മണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ സ്ട്രഗിൾ ഉണ്ടാവും. ആ സ്ട്രഗിളിന് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നിങ്ങൾ ആർജിക്കേണ്ട ആയുധം എന്ന് പറഞ്ഞാൽ പ്രസംഗം തന്നെ. ആ പ്രസംഗത്തിലൂടെ നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് സമർത്ഥിച്ചു കൊടുക്കാൻ, അവരുടെ വിശ്വാസത്തിന് ദൃഢത നൽകാൻ സാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രസംഗത്തിന്റെ പാഠവും എങ്ങനെ പ്രസംഗിച്ച് പഠിക്കാം, എങ്ങനെ പ്രസംഗിച്ച് നിങ്ങൾ പ്രസംഗിച്ചു പഠിച്ചു. ഉദാഹരണം പറഞ്ഞുതരാം. എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ ഒരു വിഷയം വന്നു, എന്ത് വിഷയം വന്നോട്ടെ, ആ വിഷയമായിട്ട് നമുക്ക് പ്രസംഗിക്കാൻ പറ്റണം. എങ്ങനെ പ്രസംഗിക്കാൻ പറ്റണം? ഞാൻ സാധാരണ പറയലുണ്ട്, പ്രസംഗിക്കാൻ പോണ സമയത്ത് നമ്മൾ പ്രസംഗിക്കാൻ പ്രിപ്പയർ ചെയ്യരുത് പറയലുണ്ട്. ഞാൻ പറയുന്നത് എന്റെ ഒരു ഇത് പറയണേ, എല്ലാവരും പറഞ്ഞ ഈ കൊള്ളൊന്നുമില്ല, പ്രസംഗിക്കാൻ പോകുമ്പോൾ പ്രിപ്പയർ ചെയ്യണ ഞാൻ എതിരാന്ന് പറയലുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ, നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താല് നമുക്ക് അറിയാത്തത് വേറുള്ളവരോട് പറയാൻ വേണ്ടി പഠിക്കല്ലേ. പിന്നെ രണ്ടാമത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് പ്രസംഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ മനസ്സിലിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഒഴുക്ക് നഷ്ടപ്പെടും. അപ്പൊ നേരത്തെ തന്നെ നമ്മൾ എപ്പോഴും സജ്ജരായിരിക്കണം. ഏത് വിഷയം വരുമ്പോൾ അതിനെപ്പറ്റി പ്രസംഗിക്കാനുള്ള സജ്ജീകരണം നമ്മൾ നേടിയിരിക്കണം. അപ്പോ സ്വയം സജ്ജരായിരിക്കണം എല്ലാ സമയത്തും. അങ്ങനെ പിന്നെ നമ്മുടെ പ്രസംഗത്തിന് ആവശ്യമായിട്ടുള്ള വിവരം, അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. നമ്മൾ പ്രസംഗിക്കാൻ അറിഞ്ഞാൽ പോരല്ലോ. പ്രസംഗിക്കാൻ ചില പുസ്തകത്തോടെ സൂചിപ്പിക്കണ്ടായി വയലന്മാരും പ്രസംഗന്മാരുടെ സ്ഥിതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇതാ കസറ ഖുതബാവുക്കും വഖല്ല ഉലമാവുക്കും ഫന്തളിറു സാ. ഇതാ കസറ ഖുതബാവുക്കും വഖല്ല ഉലമാവുക്കും ഫന്തളിറു സാ. പ്രസംഗകന്മാർ അധികരിക്കുകയും വിവരത്തിൽ കുറയും ചെയ്യാം. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വലിയ പ്രതിഭാസമാണ്. പ്രസംഗകന്മാര് അധികരിക്കുകയും വിവരസ്ഥന്മാർ കുറയും ചെയ്യാം. അപ്പൊ പ്രസംഗിക്കുന്ന ആൾക്കാർ നല്ല പ്രസംഗകന്മാരുണ്ടാവും, പക്ഷെ വിവരം കുറയേക്കാരം. രണ്ട് സംഗതി വേണം. നമുക്ക് പ്രസംഗിക്കാൻ വാചാലത നന്നായിട്ട് നമ്മൾ നേടിയെടുക്കുന്നതിന്റെ കൂടെ തന്നെ വിവരം ഉണ്ടാവണം, നല്ല അറിവുണ്ടായിരിക്കണം, എല്ലാ മേഖലയിലും വായന ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള കഴിവ് ആർജിക്കാൻ വേണ്ടി, പ്രസംഗത്തിലെ കഴിവ് ആർജിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേദി നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. വിവരം ഉണ്ടായിരിക്കണം, പ്രസംഗം നല്ല വിജ്ഞാനപ്രദമായിരിക്കണം. ചില ആൾക്കാർക്ക് കുറെ വാചാലമായിട്ട് ഇങ്ങനെ പറയാൻ സാധിക്കും. അതേസമയത്ത് പറയണതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്റെയൊക്കെ മുമ്പിൽ പറഞ്ഞതെന്ന് ആലോചിച്ച കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം അത് നല്ല വാചകടിക്കാൻ വീട്ടുന്ന ആൾക്കാരായിരിക്കും. വാഗ്ധോരണികൾ ഇങ്ങനെ വരും, തുടർച്ചയായിട്ട് ഇങ്ങനെ വരും. അത് അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ജനങ്ങളിലേക്ക് വിവരം എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പ്രസംഗിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെ വിവരം പ്രസംഗം ഉണ്ടാക്കാന്ന്. തോമസിന്റെ അമ്മക്ക് പനി.
തോമസിന്റെ അമ്മക്ക് പനി ഒരു ടൈറ്റിലേ, ഒരു ശീർഷകം തോമസിന്റെ അമ്മക്ക് പനി. ഇതിനെ പറ്റിയാ പ്രസംഗിക്കേണ്ടത്. തോമസിന്റെ അമ്മക്ക് പനിയും ഇതാ വിഷയം. എങ്ങനെ തോമസിന്റെ അമ്മക്ക് പനി എന്നുള്ള വിഷയത്തെ പറ്റി 2 മണിക്കൂർ പ്രസംഗിക്കുക? നമ്മളിങ്ങനെ ആലോചിച്ച് എങ്ങനെ ഇപ്പൊ 2 മണിക്കൂർ പ്രസംഗിക്കാം? അപ്പൊ ഇങ്ങനെ തോമസിന്റെ അമ്മക്ക് പനി, പോയിന്റ് ഓരോ പോയിന്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതിന് ഉദാഹരണമായിട്ട് പറയാം തമാശ. പിന്നെ തോമസിന്റെ അമ്മക്കാണ് പനി, അച്ഛനല്ല, ജ്യേഷ്ഠനല്ല, അനുജനല്ല, അങ്ങനെ പലർക്കുമല്ല, അമ്മക്കാണ് പനി. അമ്മക്ക് പനി ഉണ്ടായാലും അച്ഛന് പനി ഉണ്ടായാലും വ്യത്യാസമുണ്ട്. കാരണം അച്ഛന് പനി ഉണ്ടായാൽ ജോലി ചെയ്തുകൊണ്ട് അരി കൊണ്ടുവരാൻ പറ്റൂല, അമ്മക്ക് പനി ഉണ്ടായാൽ കൊണ്ടുവന്ന അരി വെക്കാൻ പറ്റൂല. അപ്പൊ അമ്മയുടെ പനിയും അച്ഛന്റെ പനിയും തമ്മിൽ വ്യത്യാസമുണ്ട്. തോമസിന്റെ അമ്മക്കാണ് പനി, അച്ഛനല്ല പനി. ഈ പനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ, പനി എത്ര തരത്തിലുള്ള പനിയുണ്ട്? ചിലപ്പോൾ ടൈഫോയിഡിന്റെ പനി ഉണ്ടാവും, ചിലപ്പോൾ എലിപ്പനി ഉണ്ടാവും, ചിലപ്പോൾ മലേറിയന്റെ പനി ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള പനികൾ ഉണ്ടാവും. അങ്ങനെ തോമസിന്റെ അമ്മക്ക് ഈ കൂട്ടത്തിൽ ഏത് പനിയാണ് എന്ന് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? ചികിത്സിക്കാൻ വേണ്ടി പോകണം. ചികിത്സിക്കാൻ പോണ സമയത്ത് എത്ര തരത്തിലുള്ള ചികിത്സ ഉണ്ട് ലോകത്ത്? ആയുർവേദം ഉണ്ട്, അലോപ്പതി ഉണ്ട്, പിന്നെ ഹോമിയോപ്പതി ഉണ്ട്, നാച്ചുറോപ്പതി ഉണ്ട്, പ്രാണിക് ഹീലിംഗ് ഉണ്ട്, മന്ത്രോപ്പതി ഉണ്ട്, എത്ര ചികിത്സകളുണ്ട്. ഏത് ചികിത്സക്കാണ് പോകേണ്ടത്? അപ്പൊ തോമസിന്റെ അമ്മക്ക് പനി. അങ്ങനെ തോമസിന്റെ അമ്മക്ക് പനിയിൽ നിന്ന് ഏതൊക്കെ മേഖലയിൽ കൂടി നമുക്ക് എത്തിപ്പെടാൻ പറ്റും? 2 മണിക്കൂർ പ്രസംഗിച്ചാൽ തീരുവോ? അപ്പോ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വന്നാല് ആ വിഷയത്തിന്റെ എല്ലാ വശങ്ങളെ പറ്റിയും ചികഞ്ഞ് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് പോയിന്റ് ഉണ്ടാക്കണം. അങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി അതിനൊരു ചെറിയ തമാശയുടെ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഇനി ഏത് വലിയ ടൈറ്റിലാണെങ്കിലും ശരി, അങ്ങനെ നല്ല നല്ല പ്രസംഗകന്മാരാകാൻ വേണ്ടി, ഉജ്ജ്വലമായിട്ടുള്ള പ്രസംഗന്മാരാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, അതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രമിക്കേണ്ടത്. കാരണം നിങ്ങളുടെ മേഖല അതന്നെ. ഇവിടുന്ന് പോയാൽ പിന്നെ പലരുടെ സൂചിപ്പിച്ച പോലെ തന്നെ നല്ല ഖത്തീബുമാരാവും, നല്ല കാളിമാരാവും, നല്ല പ്രസംഗകന്മാരാവും, സംഘടനാ പ്രവർത്തകന്മാരാവും. അങ്ങനെ പല മേഖലയിലേക്കും നിങ്ങൾ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുന്നിടത്തൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളതായിക്കാരനെ. കാരണം പലപ്പോഴും പല പ്രസംഗവും കേൾക്കുന്ന സമയത്ത് നമ്മൾ വിഷമിക്കലുണ്ട്. കാരണം എന്താ വെച്ചാല് നല്ല ഭാഷ, വളരെ ലളിതമായ ഭാഷ, അതോടൊപ്പം തന്നെ നല്ല ഭാഷ, ആൾക്കാരെ നല്ല ഭാഷയിൽ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ സാധിക്കണം. നല്ല ഭാഷയ്ക്ക് അതിന് മലയാളം നല്ല നിശ്ചയം ഉണ്ടാവണം. മലയാളം നമ്മുടെ ഭാഷ ഉണ്ടല്ലോ, മാതൃഭാഷയായിട്ടുള്ള മലയാളം. ഈ മലയാളത്തെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറ്റാത്ത പല പ്രയോഗങ്ങളും വരും. എന്നാളിപ്പോ ഒരാൾ പ്രസംഗിക്കുന്ന സമയത്ത് അപ്പൊ നമ്മളെ പിന്നെ KT ഉസ്താദിന്റെ ഒരു അനുസ്മരണം നടക്കുകയാണ്. KT ഉസ്താദിന്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് ഞാനൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു, എഡിറ്റ് ചെയ്തിട്ട് മങ്ങാത്ത മണ്ണസ്ലിൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വേറൊരു കൂട്ടര് അന്ന് തന്നെ ടാബ്ലോയിഡ് സൈസിലുള്ള വേറൊന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പൊ അതിലുണ്ട് ഒരു പുരുഷായുസ് മുഴുവൻ അദ്ദേഹം ചിലവഴിച്ചു പറഞ്ഞാണ് ഒരു പുരുഷായുസിന്. അപ്പൊ ഞാനത് തയ്യാറാക്കിയ ഒരു ഗൾഫിലുള്ളവരോട് പറഞ്ഞു, വലിയ സാഹിത്യകാരനാണ്, പിന്നെ എന്തോ ഒരു ഉസ്മാൻ ഇരിങ്ങാട്ടി എന്ന് പറഞ്ഞു. അപ്പൊ മുമ്പ് നിങ്ങളെന്താ ഈ പുരുഷായുസ് നേരിക്കണം ഇവിടെയാണ്? നിങ്ങളെന്താ പുരുഷായുസ് നേരിക്കണേ? പുരുഷായുസ് കാരണം 120 വയസ്സാണ്. ഈ KT ഉസ്താദ് 80-ലേറെ മുമ്പ് ജീവിച്ചിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ പുരുഷായുസ് നേരിക്കണത്? അതപ്പ ഇന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ പുരുഷായുസ് കാരണം അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഞങ്ങള് ഒന്ന് ശബ്ദധാരാവലിയെങ്കിലും ഇട്ടൊന്ന് നോയിക്കളോട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നെ പരിചയപ്പെട്ടു. അവിടെ മുപ്പർക്ക് ആയിക്കോട്ടെ, അങ്ങനെ തെറ്റും മുപ്പർക്ക് സമ്മതിച്ചു. ഇങ്ങനെ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സ്റ്റേജിന് ഒരു നല്ല പ്രമുഖനായിട്ടുള്ള പ്രസംഗിക്കുന്നുണ്ട്. KT ഉസ്താദ് അദ്ദേഹത്തിന്റെ ഒരു പുരുഷായുസ് മുഴുവൻ അതിന് ഞാൻ കയറി ചെന്ന് അവിടെ ഇരുന്നു. അയാളെ പ്രസംഗം കഴിച്ചോളം ഞാൻ അവിടെ ഇരുന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനെ ഈ പുരുഷായുസ് എന്നുള്ള വാക്കിനി അങ്ങനെ ഉപയോഗിക്കരുത്. പുരുഷായുസ് എന്ന് പറഞ്ഞാൽ ഈ 120 വയസ്സാകാൻ എന്നെ പറയാം. ഇങ്ങോട്ടൊരു ആയുസ് എന്ന് പറഞ്ഞാൽ പോലെ എന്തിനാ പുരുഷനെ കൂട്ടുന്നത്? KT ഉസ്താദ് അദ്ദേഹത്തിന്റെ ഒരു ആയുസ് മുഴുവൻ എന്ന് പറഞ്ഞാൽ പോലെ എന്തിനാ പുരുഷനെ കൂട്ടുന്നത്? പുരുഷനെ കൂട്ടിയ പുരുഷായുസ് പറഞ്ഞാൽ 120 വയസ്സാണേ. അങ്ങനെ മലയാളത്തിൽ പറയുള്ളൂ. എത്ര ആൾക്കാർ എഴുതലുണ്ട്, എത്ര ആൾക്കാർ പ്രസംഗിക്കലുണ്ട്. അപ്പൊ ഞാൻ പക്ഷെ ഇത് നല്ല വിവരമുള്ള ആൾക്കാരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താ ഇയാൾക്ക് മലയാളം അറിയില്ലെന്ന് തോന്നും. അപ്പൊ നമ്മൾ പറഞ്ഞെന്താ വെച്ചാൽ റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി എന്നല്ലേ. തന്റെ സമൂഹത്തിന്റെ ഭാഷ സംസാരിക്കുന്ന രീതിയിലാണ് ഓരോ പ്രവാചകനെ അയച്ചിരിക്കുന്നതല്ലേ. അപ്പൊ നമ്മുടെ ലിസാൻ ഏതാണ്? നമ്മുടെ ലിസാൻ ഏതാണ്? നമ്മൾ ജീവിക്കുന്ന ഈ നാടിന്റെ ഈ പ്രദേശത്തിന്റെ ഭാഷ. ഈ പ്രദേശത്തിന്റെ ഭാഷയിൽ നല്ല കഴിവും സാമർഥ്യവും നേടണം. കിതാബിന്റെ ഇബാറത്തും അതിന്റെ അർത്ഥമൊക്കെ പറയുന്ന രീതിയിൽ നാട്ടിൽ പോയി പ്രസംഗിക്കരുതേ. ഇപ്പൊ നിങ്ങൾ പ്രസംഗിക്കുമ്പോ പറഞ്ഞെന്താ വാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് എന്ന് പഠിക്കണം. കിതാബിന്റെ ഇബാറത്ത് പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണം. പക്ഷെ നാട്ടിൽ പോയിട്ട് പ്രസംഗിക്കുന്ന സമയത്ത് തൊട്ട് എന്ന് പറയാൻ പറ്റുമോ? തൊട്ട് പറഞ്ഞാൽ എന്തേക്കാണ് ആൾക്കാർ വിചാരിച്ച എന്താ ഇപ്പൊ തൊട്ട് എന്ന് പറയരുത്? പടച്ചവനെ നരകത്തെ തൊട്ട് കാക്കണേ എന്ന് പറഞ്ഞാൽ നരകത്തെ തൊടാതെയാണ് കാക്കേണ്ടത് അല്ലേ? ഇത് തൊട്ട്
അപ്പൊ ഇത്തരത്തിലുള്ള വാക്ക് അത് കിതാബ് പഠിക്കുമ്പോൾ അതിന്റെ കൃത്യമായ തഹ്ഖീഖിന് വേണ്ടി അതിന്റെ ദിഖത്തിന് വേണ്ടി നിങ്ങൾ അന്നേരക്ക് തന്നെ പഠിക്കണം. കാരണം കിതാബിന്റെ ഓരോ ഇബാറത്തും വാക്കുകളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദുമാര് നിശ്ചയിച്ചിട്ട് മുമ്പ് മുതലേ തുടർന്ന് വരുന്ന ലാംഗ്വേജ് ഉണ്ടാവും. ആ ലാംഗ്വേജ് പക്ഷെ നാട്ടിൽ പോയിട്ട് പ്രസംഗിക്കുമ്പോൾ പറ്റൂല. അതാ ഞാൻ പറഞ്ഞത്, നാട്ടിൽ പോയി പ്രസംഗിക്കുമ്പോൾ നമ്മള് അന്യനെ തൊട്ടു എന്ന് പറയാൻ പറ്റില്ല. അത്തരത്തിൽ പല ഭാഷാ വൈകല്യങ്ങളും നമ്മുടെ ഇടയിൽ വരുന്നുണ്ടായിരിക്കും. അപ്പൊ ആ വൈകല്യങ്ങളൊക്കെ നികത്തണമെങ്കിൽ എന്ത് വേണം? അതിന് പറ്റുന്ന തരത്തിലുള്ള ലിറ്ററേച്ചറൊക്കെ വായിക്കണം. ഇപ്പോ നമ്മുടെ പന്മന എന്നുള്ള പേരിൽ ഒരു വലിയ മലയാള സാഹിത്യകാരനുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ ഉദാഹരണമായിട്ട് പറയാം, എങ്ങനെ നമുക്ക് ഭാഷയിൽ തെറ്റുപറ്റുന്നു എന്നുള്ള സംഗതികളൊക്കെ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ മലയാള ഭാഷ വളരെ സ്ഫുടമായിട്ട്, അതുപോലെ തന്നെ പ്രസംഗിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്തത് പറയരുത്. നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്തത് പറയരുത്. ആവശ്യമില്ലാത്തത് ഒരുപാട് പറയും. നിങ്ങൾ നോക്കുകൊണ്ട് മിക്ക സ്വാഗത പ്രസംഗന്മാരും അതുപോലെ തന്നെ എത്ര വട്ടം പറയും അല്ലെ? മിക്ക സ്വാഗത പ്രസംഗന്മാരും പറയും അതുപോലെ തന്നെ ഇത് അതുപോലെ തന്നെയല്ല, ആദ്യം പറഞ്ഞ പോലെയല്ല രണ്ടാമത്താക്ക് പറയേണ്ടി വരിക. അയാൾ കുറച്ചുകൂടി വലിയ ആളേക്കാരൻ, അയാൾക്ക് യോജിച്ച രീതിയിലുള്ള സ്വാഗതത്തിന്റെ വാക്ക് പറയേണ്ടി വരും. അത്ര വലിയ ആളല്ലാത്തവർക്ക് അങ്ങനെയല്ല വേണ്ടി വരാം. എന്നിട്ട് എല്ലാത്തിനും അതുപോലെ തന്നെ. ഈ അതുപോലെ തന്നെ എന്ത് ഘട്ടകാലത്തിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കണത്? അപ്പൊ ഇതേപോലെ നമ്മളെ പ്രസംഗത്തിൽ ആവശ്യമില്ലാത്ത പല സംഗതികളും വരുന്നുണ്ടാവും. അതൊക്കെ അത്തരത്തിലുള്ള തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് അങ്ങനെ തന്നെ നമ്മൾ പ്രസംഗിച്ച് ശീലിക്കണം, നല്ല ഭാഷയിൽ. അതോടൊപ്പം ലളിതമാവുകയും ചെയ്യാം. ദ സീക്രട്ട് ഓഫ് എഫക്ഷൻ ഈസ് ഇൻ സിംപ്ലിസിറ്റി. ലാളിത്യത്തിലാണ് ആകർഷകത്വത്തിന്റെ രഹസ്യം കിടക്കുന്നത്. ലളിതമായിട്ട് പ്രസംഗിക്കണം. വലിയ കട്ടിയുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കാനല്ല പറയുന്നത്. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ നല്ല രീതിയിലുള്ള പ്രസംഗകന്മാരാകാൻ വേണ്ടിയിട്ട് അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് അറിയുന്നതല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് ബനൂ തമീം എന്ന ഗോത്രം അല്ലെ, ബനൂ തമീം എന്ന ഗോത്രത്തിലൊരു നിവേദക സംഘം റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വന്നു. നിങ്ങൾ പഠിച്ചതിന് ഈ കാര്യം സംഭവം. എന്നിട്ട് റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വന്നിട്ട് പ്രസംഗിച്ചു. റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വന്നാണ് പ്രസംഗിച്ചു. സൂറത്ത് ഹുജറാത്തിന്റെ മറ്റാതിലൊക്കെ തഫ്സീറിലൊക്കെ ഇത് സംഭവം പറയുന്നുണ്ട്. അങ്ങനെ നല്ല പ്രസംഗം നടത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു സഹാബിയോട് എണീറ്റിട്ട് പറഞ്ഞു, സാബിത്ത് ബിൻ ഖൈസ് തോന്നുന്നുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മറുപടി അതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കുന്നു. അങ്ങനെ മറ്റയാൾ പ്രസംഗിച്ചു, ഉജ്ജ്വലമായിട്ട് പ്രസംഗിച്ചു. എന്നിട്ട് പിന്നെ അവരെ കൂട്ടത്തിൽ ഒരു കവി ഉണ്ടായിരുന്നു. ആ കവി നല്ല കവിത ചൊല്ലി. ആ കവിതയിൽ മുഴുവൻ അവരുടെ ഗോത്രത്തിന്റെ മഹത്വങ്ങളും മറ്റുമൊക്കെ പറയുന്ന കവിത ചൊല്ലിയത്. ആ കവിത ചൊല്ലിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹസ്സാൻ ബിൻ സാബിത്തിനോട് പറഞ്ഞു, നിങ്ങൾ കവിത ചൊല്ലി, നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് നിങ്ങൾ കവിത ചൊല്ലി. ഹസ്സാൻ ബിൻ സാബിത്ത് വളരെ മനോഹരമായ കവിത ചൊല്ലി. വന്ന ഗോത്രക്കാരന്റെ കവിതയിൽ കാര്യമായിട്ടുള്ളതും അവരുടെ ഗോത്രം ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കവിതയിൽ ജനങ്ങൾക്ക് ആശയം കൊടുക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്രസംഗവും കവിതയൊക്കെ കഴിഞ്ഞതിന് ശേഷം അഖറ ബിൻ ഹാബിസി എന്ന ഈ ഗോത്രത്തിന്റെ തലവനുണ്ടായിരുന്ന കൂട്ടത്തില് അദ്ദേഹം അത്ഭുതത്തോടുകൂടി എണീറ്റ് നിന്നിട്ട് പറയാം, ഇന്ന ഹാദർ റജുല ലമൂതാലഹു, ഈ മനുഷ്യൻ വലിയ സിദ്ധിയുള്ളയാളാണ്. റസൂലുള്ളാഹിനെ പറ്റി സൂചിപ്പിച്ച് പറയാം, ഈ മനുഷ്യൻ വല്ലാത്ത സിദ്ധിയുള്ളയാളാണ്. കാരണം ഖതീബുഹും അഖ്തബു മിൻ ഖതീബിന, നമ്മളെ പ്രസംഗകനേക്കാൾ എത്രയോ മികച്ച പ്രസംഗകൻ അദ്ദേഹത്തിന്റെ പ്രസംഗകൻ. അദ്ദേഹത്തിന്റെ കവി നമ്മുടെ കവിയേക്കാൾ എത്രയോ പ്രതിഭയുള്ള കവി. അതുകൊണ്ട് വല്ലാത്ത സിദ്ധിയുള്ള മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ആ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ ആ ഗോത്രത്തെ ഇസ്ലാമിനോട് അടുപ്പിച്ചതിൽ ഒരു പ്രധാന ഘടകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുമ്പിലുള്ള പ്രസംഗകൻ അദ്ദേഹത്തിന്റെ ഗോത്രത്തിന്റെ ഏറ്റവും ഉജ്ജ്വലനായ പ്രസംഗകനെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള പ്രസംഗം ചെയ്തതാണ്. അദ്ദേഹം കൊണ്ടുവന്ന കവിയെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള കവിത ഹസ്സാൻ ബിൻ സാബിത്ത് എന്നൊരു ചൊല്ലിയില്ല. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്ന ഹാദർ റജുല ലമൂതലഹു, ഈ മനുഷ്യൻ വല്ലാത്ത സിദ്ധിയുള്ളയാളാണ് എന്ന്. അപ്പൊ അത്തരത്തിൽ വേറുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രസിദ്ധീകരണത്തിന്റെ ലാംഗ്വേജ് ഇവിടെ നിലവിലുള്ള മാതൃഭൂമി, മനോരമ തുടങ്ങിയിട്ടുള്ളതിനേക്കാളൊക്കെ മികച്ചു നിൽക്കണം. അപ്പോഴാണ് ഇവര് വല്ലാത്ത സമൂഹമാണെന്ന് പറഞ്ഞ മാതിരി അപ്പോഴാ പറയാ. അതേപോലെ നമ്മുടെ പ്രസിദ്ധീകരണങ്ങള് ഇവിടെയുള്ള നിലവിലുള്ള പ്രസിദ്ധീകരണങ്ങളുടെ കൂട്ടത്തിൽ ഒരിക്കലും തന്നെ ലാംഗ്വേജ് കൊണ്ടും ഉള്ളടക്കം കൊണ്ടും മോശമാകാൻ പാടില്ല. അത്തരത്തിലുള്ള രീതിയിൽ നമ്മുടെ സാഹിത്യ രംഗം വളർത്താൻ സാധിക്കണം. കവിത എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയുള്ള ഒരു മാധ്യമമാണ്. കവിത വളരെ ശക്തിയുള്ള മാധ്യമമാണ്. നിങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, കവിത നമുക്കെന്താ ഒരു വിഷയം വരുന്ന സമയത്ത് എങ്ങനെയാ വിഷയത്തെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ നിങ്ങൾ പഠിക്കും. ഒരു ഹദീസിൽ നിന്ന് ഒരു ആശയം മനസ്സിലാക്കിയാൽ
ആ ആശയം നന്നായിട്ടൊരു കവിതയാക്കി കൂടെ. ഇപ്പൊ ഞാൻ ഒരു ദിവസം എന്റെ വീട്ടിൽ ഇങ്ങനെ ഓർമ്മ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിക്കാരും ചിലപ്പോ, അത് SKSന്റെ പിന്നെ ഇവിടെ വെച്ചുകാണ്ട് തൃശ്ശൂർ വെച്ചുകാണ്ട് പ്രകാശനം ചെയ്തിരുന്നു ആ പുസ്തകം. ചിമ്മിനി എന്ന പേരിൽ കവിത കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ. ചിമ്മിനി എന്താ ചിമ്മിനി എഴുതുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് കവിത എഴുതാനുള്ള കഴിവിന്റെ ഉദാഹരണം പറഞ്ഞ് പ്രകടിപ്പിക്കാനുള്ള ഒരു ഉദാഹരണം പറയാം. ചിമ്മിനി എന്ന് പറഞ്ഞ കവിത എഴുതുന്നത് ഞാൻ എന്റെ പേരില്, അന്ന് കറണ്ടൊന്നുമില്ല, ഇലക്ട്രിസിറ്റി ഒന്നും ഇലക്ട്രിഫൈ ചെയ്തിട്ടില്ല, വളരെ പിന്നെ ചെറിയ വീട്, അവിടെ മഴക്കാലം കാറ്റൊക്കെ അടിക്കുന്ന സമയമാണ്. എന്റെ പങ്കൾക്ക് പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്ക് വേണ്ടിയോട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടക്കിന് കാറ്റടിച്ചുമ്പോൾ വളർത്തിങ്ങനെ കിടാൻ പോകും. മണ്ണടക്കാണെങ്കിൽ ഭയങ്കര ക്ഷാമമുള്ള സമയമാണ്. അപ്പൊ പെങ്ങളിങ്ങനെ ഇരുന്നുകൊണ്ട് ഇടങ്ങേറാകട്ടെ, പുസ്തകത്തിന്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ ഇടങ്ങേറാകണത് ഞാൻ അപ്പുറത്ത് ഇങ്ങനെ കടന്നുകണ്ട് നോക്കുകയാണ്. അപ്പൊ കണ്ടപ്പോ വല്ലാത്ത വിഷമം. അപ്പൊ തന്നെ എഴുന്നേറ്റിട്ടൊരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഞാൻ എഴുതി, മങ്ങി മിനുങ്ങി കാറ്റിൻ കരതലമേറ്റു ചിലപ്പോൾ ലഗജ ഗുണങ്ങി കത്തി എരിഞ്ഞു കരിഞ്ഞി കുടിലിൽ ശോഭ പരത്തും കൊച്ചു വിളക്കേ. മങ്ങി മിനുങ്ങി കാറ്റിൻ കരതലമേറ്റു ചിലപ്പോൾ ലജ്ജ ഗുണങ്ങി കത്തി എരിഞ്ഞു കരിഞ്ഞി കുടിലിൽ ശോഭ പരത്തും കൊച്ചു വിളക്കേ. ൂരിരുൾ ചിന്തി കരിമഴ ചോർന്നി ക്രൂരതമത്തിൽ നിന്നു കരേറാൻ പകരുമരിച്ചാൽ ഇരവിൽ നിന്നെ പകരമെനിക്കു തരുന്നവനാര്. നിദ്ര വെടിഞ്ഞു പരീക്ഷ വയറ്റാൻ എന്നെ ഒരുക്കും പൊന്നലരെ മൽ ജീവിത വല്ലി പൂത്തുലസിക്കുവത് എന്തൊരു ജയവും നിന്റേതാണ്. തൊണ്ട വരണ്ടു വരുന്നോ നിൻ മുഖം എന്തിനു വാടും നെൻ തീമലരെ ഇന്ധനമൊറ്റു പകർന്നു തരാൻ ഈ ചന്തയിലെത്തുന്നില്ല. കരസിംഗരസെന്ന മണ്ണെണ്ണല്ലേ ഇംഗ്ലീഷില്. അപ്പൊ എന്താ വെച്ചാല് അപ്പൊ ഇരുന്നാണ്ട് എഴുതാണ് കവിത. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങള്, നിങ്ങൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം, അനുഭവങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. എന്നിട്ട് ഈ അനുഭവങ്ങളാണ് പിന്നെ കവിതയായിട്ട് വരിക. നിങ്ങൾ ആ പുസ്തകത്തിലേക്ക് വായിച്ചിട്ടുണ്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ലൗലൽ മാസറ സാരിയുനവ അറുദിനും വലതഹ. പ്രതീക്ഷയില്ലെങ്കിൽ, ഹോപ്പ് എന്ന സംഗതി ഇല്ലെങ്കിൽ ഒരു ഉമ്മയും കുഞ്ഞിനും മറുകൊടുക്കൂല, ഒരു കർഷകനും പാടത്ത് വിത്തറിയില്ല എന്ന് പറഞ്ഞ ഒരു ഹദീസ്. ആ ഹദീസ് വായിച്ച സമയത്ത് എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. ഞാൻ എന്നിട്ട് അത് ഒരു കവിതയായിട്ട് ചന്ദ്രിക ആഴ്ച പതിപ്പിൽ കൊടുത്തിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നുണ്ട്. കാണാതെ കാണുമെന്നോർത്തു തിരിപ്പതിൽ കാണുമ്പോൾ കാണാത്തൊരാനന്ദമുണ്ടതിൽ, അല്ലെ? കാണാതെ കാണും വിചാരിച്ചിരിക്കുമ്പോ കാണുമ്പോൾ കാണാത്തൊരാനന്ദല്ലേ? എയർപോർട്ടിലൊക്കെ പോയി ഇങ്ങോട്ട് വാപ്പ വരുന്നു, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഭർത്താവ് വരുന്നു എന്നുള്ളത് വരുന്നതിന്റെ മുമ്പ് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരു രസം പറയാനുണ്ടോ? വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ രസം. അതാ കാണാതെ കാണുമെന്നോർത്തു തിരിപ്പതിൽ കാണുമ്പോൾ കാണാത്തൊരാനന്ദമുണ്ടതിൽ ഇല്ലേ ഇഹത്തിൽ പ്രതീക്ഷതൻ മുട്ടുമുട്ടുകൾ എല്ലാം നിരർത്ഥകം നിശ്ചലം നിശ്ചയം. ഓമന കൊച്ചൂകിട ിന്റെ ലീലയിൽ ഓമയിച്ചൂട്ടും പ്രതീക്ഷ മാതൃമനം എരിയും വയറ്റിലും പൊരിയും മനസ്സിലും ചുരിയുവാൻ മഞ്ഞിൽ പ്രതീക്ഷ മാത്രം. പകലോൻ മരിക്കുമ്പോൾ വീണ്ടും എഴുന്നേറ്റു പകലൂതരാനെത്തുമെന്നു ചൊല്ലൂ. പുസ്തകം കെട്ടു ചുമന്നു പോകുന്നൊരു വിജ്ഞാനദാഹിയാം ബാലന്റെ മാനസം എത്ര പ്രതീക്ഷകൾ കോർത്തെടുക്കിയിടുന്നു ചിത്രണം ചെയ്തൊരാവൃത്തൻ പലകയിൽ. കുല വാങ്ങാൻ വാഴക്കു ജലമീകുപോരതു കുല തന്നാൽ തലവെട്ടി വീഴ്ത്തിടുന്നു. അല്ലെ? കുല വാങ്ങാൻ വേണ്ടി വാഴക്ക് വെള്ളം കൊടുത്തിട്ട് കുല തരുമ്പോ തലവെട്ടി വീഴ്ചല്ലേ? എന്താ കാരണം? വാഴയിൽ പിന്നെ ഒരു പ്രതീക്ഷയില്ല. അതാ കുല വാങ്ങാൻ വാഴക്കു ജലമീകുപോരതു കുല തന്നാൽ തലവെട്ടി വീഴ്ത്തിടുന്നു. വിവിധം ചുറ്റിലും കാണുന്ന കാഴ്ചകൾ മനതാരിലൊരു ചോദ്യചിഹ്നം വരക്കയായി. നീതിയെ വാഴ്ത്തുവോർ നീതി പുരേരുവാൻ നാക്കിട്ടടിക്കുവോരോതൊട്ടയുത്തരം. ആശകൾ എത്രയുമുള്ളിൽ നിറച്ചുകൊണ്ടാസന്ന മൃത്യുവായി ഞാൻ കിടപ്പൂ. എൻ ജീവിതത്തിന്റെ കാതലാമാശകൾ എൻ മരണത്തോടെ എൻ മരണത്തോടെ കൂതലായി മാറുമോ? ജീവിതത്തിന്റെ കാതലാണ് ആശ. ആ ആശ മരണത്തോടുകൂടി ഇവനെ കൂതലായി പോവോ, അതോ വീണ്ടും ജീവിക്കാൻ അവസരം ഉണ്ടാവുമോ എന്നുള്ള ഒരു ആശയമാണ് ഇതിൽ പറയുന്നത്. ഇങ്ങനെ ഒരു ഹദീസ് വായിക്കുമ്പോ, റസൂലുള്ളാഹിന്റെ ഹദീസ് വായിക്കുമ്പോ, ഖുർആന്റെ വാക്യങ്ങൾ വായിക്കുമ്പോ അതൊക്കെ നമ്മുടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിയുന്ന സമയത്ത് അതിൽ നിന്ന് സാഹിത്യ സൃഷ്ടികൾ വരും, നമുക്ക് നോവലുകൾ വരും, നമുക്ക് കഥകൾ വരും. അങ്ങനെ അന്നിലക്ക് നമ്മുടെ കഴിവിനെ വളർത്തുവാനും ആർജിക്കുക, പിന്നെ കൂടുതൽ കഴിവ് ആർജിച്ചിട്ടുള്ള കഴിവുകൾ കൂടുതൽ ശക്തമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വേദിയായി ഇത്തരം വേദികളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതാണ് എഴുത്തിന്റെയും അതുപോലെ തന്നെ പ്രസംഗത്തിന്റെയും. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് അവശേഷിക്കുക. മറ്റതൊക്കെ നിങ്ങൾ തൽക്കാലം പാട്ടൊക്കെ പാടുന്നുണ്ടാവും, തൽക്കാലം പിന്നെ കളിക്കുന്നുണ്ടാവും, തൽക്കാലം ഓടുന്നുണ്ടാവും, ഒക്കെ പല മത്സരം ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ മത്സരം ഒന്നും നിലനിൽക്കണതല്ല. നിങ്ങൾ വെറുതെ നിങ്ങൾ ഇവിടെ ചിലപ്പോൾ ഒരു ഓട്ട മത്സരം വെച്ചു, പക്ഷെ നിങ്ങൾ പൈസയായ പിന്നെ നിങ്ങൾ ഓടാൻ നിൽക്കലല്ലോ ചെയ്യാം, നിങ്ങൾ പിന്നെ പ്രസംഗിക്കാണല്ലോ ചെയ്യാം. അതുകൊണ്ട് പ്രസംഗ കലയെ ഏറ്റവും ശക്തമായിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കാൻ നല്ല ലാംഗ്വേജിൽ, നല്ല ഭാഷയിൽ. അല്ലെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, പറഞ്ഞ ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരെ ഉൾക്കൊള്ളുന്നില്ല. അണ്ണാച്ചി ഒരു ഉസ്താദ് ഇങ്ങനെ പ്രസംഗിച്ചു കൊടുക്കുകയാണ്,
പിന്നെ സിറാത്ത് പാലത്തെ പറ്റി. സിറാത്ത് പാലം എന്ന് പറഞ്ഞാല് പിന്നെ ഒരു മുടി 7 ചീന്തിയിട്ട് ഒരു മുടി 7 ചീന്തിയിട്ടായിട്ട് ഒരു ചീന്തുകൊണ്ടാണ് സിറാത്ത് പാലിട്ടിരിക്കുന്നത് പറഞ്ഞാണ്ട് ഒരു ഉസ്താദ് ഇങ്ങനെ പ്രസംഗിക്കുക. അപ്പൊ ഒരു അണ്ണാച്ചി ഇരിക്കണ്ട അവിടെ പ്രസംഗം കേൾക്കണ കൊടുത്തിരും. ഇവർക്ക് മലയാളമൊക്കെ തേഞ്ഞി ഇപ്പൊ നാട്ടിൽ അണ്ണാച്ചികൾ കൂടെ ഉണ്ടല്ലോ. അപ്പൊ അണ്ണാച്ചി പറഞ്ഞു, ഇന്ത ഉലകമെല്ലാം പടയിട്ട് കടവുള്ളവർക്കൊരു തേക്കുന്നടി സിറാത്ത് പാലിട്ടിക്കണേ മുടി 7 ചീന്തിയിട്ടുള്ള ഒരു ചീന്തുകൊണ്ടാണ് ഇട്ടിക്കണത് എന്ന് പറഞ്ഞപ്പോ മുമ്പിൽ കേട്ടപ്പോഴേ ഇന്ത ഉലകമെല്ലാം പടയിട്ട് കടവുള്ളവർക്ക് ഒരു തേക്കുന്നടി, ഈ പിന്നെ ലോകമൊക്കെ പടച്ചവൻ അതിന്റെ മോളിൽ കൂടി ഇടാൻ ഒരു തേക്കുന്നടി കിട്ടിയില്ലേ, ഇടങ്ങേറായി. അപ്പൊ നമ്മള് ആളുകൾക്ക് എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം, അതിനൊരു അർത്ഥം ഉണ്ടല്ലോ. ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊള്ളുമ്പോഴാണല്ലോ. അപ്പൊ നമ്മൾ പ്രസംഗിക്കുമ്പോ ആ പ്രസംഗം കേൾക്കുന്നവര് എങ്ങനെയത് ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വേണം നമ്മൾ പ്രസംഗിക്കാൻ. നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, ആൾക്കാരുടെ മനസ്സിലാക്കിയിട്ട്, മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ട്. മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും മനസ്സിലാക്കണം മനഃശാസ്ത്രം പറയുന്നത്. ഫ്രോയിഡിന്റെയും യുങ്ങിന്റെയും മനഃശാസ്ത്രമല്ല. ഫ്രോയിഡിന്റെയും യുങ്ങിന്റെയും മനഃശാസ്ത്രം പഠിച്ചുകൊണ്ട് ഒരച്ഛൻ പ്രസംഗിച്ചല്ലോ. ഒരച്ഛൻ പ്രസംഗിച്ചു പള്ളിയിലച്ഛന്മാര് നല്ല സൈക്കോളജി പഠിക്കും. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട സൈക്കോളജി, മനസ്സിലാക്കേണ്ട സൈക്കോളജി അതല്ല, ഖുർആനും ഹദീസും കിട്ടുന്ന സൈക്കോളജിയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ഇന്നൽ ഖുലൂബി ഇഖ്ബാലൻ വ ഇദ്ബാരൻ ഫൗതുഹാ മിൻ ഇഖ്ബാലിഹാ വ ഇദ്ബാരിഹാ. മനസ്സുകൾക്ക് ചില ആഭിമുഖ്യങ്ങളും വൈമുഖ്യങ്ങളും ഉണ്ടാവും. ആ ആഭിമുഖ്യവും വൈമുഖ്യവും ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിനെ സമീപിക്കുവാണ്. അപ്പൊ അതാണ് സൈക്കോളജി. അച്ഛൻ പ്രസംഗിച്ചു, മത്തായി അച്ഛൻ പ്രസംഗിച്ചു, സ്റ്റേജിൽ കയറിങ്ങാണ്ട് മനഃശാസ്ത്രം പഠിച്ചുകാണ്ട്. അപ്പൊ എന്താ 10 കൽപ്പനയെ പ്രസംഗിക്കണത്. 10 കമാൻഡ്മെന്റ്സ്. ഒന്നാമത്തെ കൽപ്പന, നിങ്ങൾ മോഷ്ടിക്കരുത്, മോഷണം നടത്തരുത്. അപ്പൊ ജോർജിന്റെ മുന്നിൽ നിന്നാണ് ഇങ്ങനെ വിഷമിക്കണേ. അപ്പൊ എന്താ അച്ഛൻ മനസ്സിലാക്കിയോ മോഷ്ടാവാണെന്ന് മനസ്സിലാക്കി. അപ്പൊ പിന്നെ ഒരു കൽപ്പന, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ജോർജിന്റെ മുഖത്തൊരു വല്ലാത്ത പ്രസന്നത. അപ്പൊ അച്ഛൻ മനസ്സിലാക്കി അയാൾക്ക് വ്യഭിചരിക്കണ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ജോർജിനെ വിളിച്ചു. അച്ഛൻ വിളിച്ചു, ജോർജ് കൂടെ വരുമോ പറഞ്ഞു. പിന്നെ ഞാൻ പ്രസംഗിക്കുന്നു, നിനക്ക് മോഷണത്തിന്റെ സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലായി, നിനക്ക് ഏതായാലും വ്യഭിചാരം പോലത്തെ കുഴപ്പമൊന്നുമില്ല ഇല്ലാന്നും മനസ്സിലായി, ആ മോഷണ സ്വഭാവം കൂടി ഒഴിവാക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ ജോർജ് പറഞ്ഞു, അച്ഛോ മോഷിക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് എന്റെ മുഖത്തൊരു വല്ലായ്മ അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. അത് മോഷിച്ചതിലുള്ള വിഷമം കൊണ്ടല്ല, അത് മോഷിച്ച കോടയോടെ മറന്നു വെച്ചിരുന്നു. അത് അപ്പളാ ഓർമ്മ വന്നത്. പിന്നെ നിങ്ങളെ അടുത്ത കൽപ്പന, ഡു നോട്ട് കമ്മിറ്റ് അഡൾട്ടറി, വ്യഭിചരിക്കരുതെന്ന് കൽപ്പനമായിട്ട് മോഷിച്ച കോടയോടെ വെച്ചതെന്ന് ഓർമ്മ വന്നു. അതുകൊണ്ടാണ് എന്റെ മുഖം പ്രസന്നായത്. അപ്പൊ എന്താ വെച്ചാല് മനഃശാസ്ത്രം നമ്മൾ പഠിക്കുന്ന ലോകത്തുള്ള മനഃശാസ്ത്രം ജോർജ് ദ ഫേസ് ഈസ് ഇൻഡെക്സ് ഓഫ് മൈൻഡ് എന്നാണ് മനഃശാസ്ത്രത്തിൽ പറയാം. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നേ. അപ്പൊ ഇയാള് മുഖം മനസ്സിന്റെ കണ്ണാടി വിചാരിച്ചാണ്ട് ജോർജിന്റെ മുഖം വായിച്ചതാണ്. അങ്ങനെ നയിക്കൊള്ളുന്നില്ല, മുഖം മനസ്സിന്റെ കണ്ണാടി കൊള്ളുന്നൊന്നുമില്ല. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതല്ല. യഥാർത്ഥ സൈക്കോളജി കൂടെ, കാരണം ഏത് സൈക്കോളജിസ്റ്റ് ആണെങ്കിലും ആ സൈക്കോളജിസ്റ്റ് ഒക്കെ തന്നെ ബാഹ്യ ലക്ഷണം നോക്കിയാണ്ടാണ് മനസ്സിനെ പറ്റി പഠിക്കുന്നത്. ബാഹ്യ ലക്ഷണം നോക്കിയാൽ മനസ്സിനെ പറ്റി പഠിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല പലപ്പോഴും. മനസ്സിന്റെ ഉള്ളറിയുന്നത് അള്ളാഹു റസൂലിനെ ഉള്ളറിയാം. അതുകൊണ്ട് അവര് പഠിപ്പിച്ചെന്ന മനഃശാസ്ത്രം, അവരിൽ കൂടി കിട്ടുന്ന മനഃശാസ്ത്രം ഉണ്ടല്ലോ, ആ മനഃശാസ്ത്രമാണ് നിങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. അങ്ങനെ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത്. അങ്ങനെ ജനങ്ങളെ ഉൾക്കൊണ്ടും മനസ്സിലാക്കിയിട്ട് എത്തരം സദസ്സിനെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത് എന്ന കാര്യം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പ്രസംഗിക്കുന്നത്. അതിനുള്ള ശരീരം അതേപോലെ തന്നെ കുത്തുബയുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കണ്ടായി. അല്ലേ, നിങ്ങളൊക്കെ ഹത്തീബുമാരാവും. ഞാൻ ഇടയ്ക്ക് ഒരു അഭിപ്രായം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖുതുബയെ പറ്റി പറഞ്ഞിട്ടില്ലേ, കാന യുതവ്വിലു സലാത്തഹു വ യുഖസ്സിറു ഖുതുബതഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമസ്കാരം ദീർഘിപ്പിക്കുകയും ഖുതുബ ചുരുക്കുകയും ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാല് ഖുതുബ നമസ്കാരത്തെക്കാൾ നീളാൻ പാടില്ല എന്നല്ലേ ഇതിനൊരു ധ്വനിയില്ലേ? ഖുതുബ നമസ്കാരത്തേക്ക് നീളാൻ പാടില്ലല്ലോ. നിങ്ങൾ ഹത്തീബുമാരാവുമ്പോഴേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സംഗതി എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത്, ഖുതുബ നമസ്കാരത്തേക്കാൾ നീളാൻ പാടില്ല. പിന്നെ പള്ളിക്കല് പക്ഷെ അതുകൊണ്ട് ഇബ്നു നബാത്തത്തുൽ മിസ്രി ആണെങ്കിലോ അദ്ദേഹം ഈ നമസ്കാരത്തേക്കാൾ നീളാത്ത രീതിയിലുള്ള ഖുതുബയാണ് മൂപ്പര് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചിലപ്പോ അതങ്ങോട്ട് നീട്ടിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നത് ഒരുപാട് നീട്ടിയിട്ട് അൽഹംദുലില്ലാ പിന്നെ നീള് തന്നെയല്ലേ.
അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് അത് ഓതേണ്ടതെന്ന് പരിശോധിക്കണം. അങ്ങനെയൊക്കെ തന്നെ കുത്തുബ ഓതേണ്ടതുണ്ടോ? പിന്നെ അതേപോലെ തന്നെ ഖുർആൻ മനുഷ്യന്മാരിൽ കുത്തുബ മനുഷ്യങ്ങളുണ്ടോ? ഖുർആനിൽ നമ്മൾ ഓതുന്ന സമയത്ത് ഇന്നൊക്കെ പറയാം, പക്ഷെ കുത്തുബിയിൽ എന്തിനാ ഇന്ന മനുഷ്യരുടെ? അത് അറബി ഭാഷയിലല്ലേ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ഖത്തീബ്മാരാവും. അപ്പൊ ഖത്തീബ്മാരാകുന്ന സമയത്ത് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടുതൽ പറയാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പലപ്പോഴും പല ഖത്തീബ്മാരും പല ഓത്തുകാരും ഒക്കെ തന്നെ ശ്രദ്ധിക്കലുണ്ട്, നമ്മളെ ശ്രദ്ധയിൽ വരലുണ്ട്. അത് ഉദ്ദേശപൂർവ്വം ശരിക്കും നിയ്യത്ത് ഇന്നവല്ലാമാര് വിനിയാത്തിന്നല്ലേ ഉദ്ദേശപൂർവ്വം കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് സംഭവിക്കുന്നതാ. എന്താ ഉദ്ദേശപൂർവ്വം ചെയ്യാറുള്ളത്? നമ്മൾ ഏത് പണിയെ ചെയ്യിച്ച അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അപ്പൊ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മൾ മൂത്രം കഴിക്കുകയാണെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്ത് പണിയെ നമ്മൾ ക്ഷീണിച്ച അതിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അതാ ഇന്നമല്ലാമാര് വിനിയാത്തി. അമലിന്റെ ഒപ്പം എപ്പോഴും ഉദ്ദേശം ഉണ്ടാവണം. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ ശ്രദ്ധ ഉണ്ടാവും, അതിന് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. അല്ലെങ്കിൽ അതേ സമയത്ത് നമ്മൾ എന്ത് കാര്യം ക്ഷീണിച്ചാൽ അതിൽ ശ്രദ്ധിക്കാതെക്കുമ്പോഴായി സംഭവിക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ ഞാൻ പലപ്പോഴും കേൾക്കലുണ്ട്, ഏതാ അള്ളാഹു അക്ബറേക്കാരൻ പറയുന്നത്. അള്ളാഹു അക്ബറ പറയുന്നത് ഉദ്ദേശപൂർവ്വം ഒന്നാവൂല. അപ്പൊ ഞാൻ ചിലപ്പോൾ പറയലുണ്ട്, നിങ്ങളുടെ ഇന്നാവുമ്പോൾ ഇത് പറയാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ചിലപ്പോൾ പറയലുണ്ട്, ഈ പള്ളിക്കൽ ഇമാമക്കുന്ന ആൾക്കാർക്കും ഒക്കെ തന്നെ ചിലപ്പോൾ ദൈവവിശ്വാസം തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം എന്താ വെച്ചാല് ഞാൻ പഠിച്ച പണി ഇതാണ്, അതുകൊണ്ട് ഇമാമുക്കല്ല എന്താ ചെയ്യാ, വേറെ പണി എനിക്ക് അറിയില്ല, എനിക്ക് വിശ്വാസമൊന്നുമില്ല, ഭക്ഷണ വിശ്വാസമൊന്നുമില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് വേറെ പണി അറിയില്ല, എനിക്ക് ഇമാമത്തിക്കാണ് അതുപോലെ ഉസ്താദായിട്ട് നിൽക്കാനുമാണ് അറിയാം, അതുകൊണ്ട് ഈ പണി ഞാൻ ചെയ്യണു എന്ന നിലക്ക് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, മഞ്ചേരിയിലുണ്ടായിരുന്നു ഒരു ജില്ലാ മെഡിക്കൽ ഓഫീസർ, ഹോമിയോപ്പതിന്റെ ജില്ലാ മെഡിക്കൽ ഓഫീസർ. അയാളെ ഹൗസ് സർജൻസിക്ക് പഠിച്ചിരുന്ന ഒരു ഡോക്ടറിന്റെ കൂടെ താമസിച്ചിരുന്ന ഞാൻ അരീക്കോടുള്ള സമയത്ത്. അപ്പോ ഓൻ വന്ന് എന്നോട് പറയും, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു ചികിത്സ, ഹോമിയോപ്പതി ആണല്ലോ, ഏതെങ്കിലും ഒരു ചികിത്സ വളരെ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് ഞാൻ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മെഡിക്കൽ ഓഫീസർ പറയുമോ, ഇഞ്ചി പൊഞ്ഞി പഹിമ ഹോമിയോപ്പതിയിൽ ഇങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, അവിടെ ആശുപത്രിയിൽ ജില്ലാ ആശുപത്രിയിൽ അവിടെ പോയിക്കോളൂ, ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാര്യമില്ലാന്ന് പറയുന്നത് ആരാണ്? ഹോമിയോപ്പതിന്റെ ജില്ലാ മെഡിക്കൽ ഓഫീസറായി പറയുന്നത്. അയാൾക്ക് ഇതിന് വിശ്വാസമല്ല, പക്ഷെ അയാൾ പഠിച്ചത് അതാണ്, അതുകൊണ്ട് ശമ്പളം വാങ്ങുന്നു, അയാൾ ജീവിക്കുന്നു. അതേപോലെ പള്ളിക്ക് നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും ചിലരൊക്കെ, ഞാൻ ഇതാ പഠിച്ചത് അതുകൊണ്ട്. അപ്പൊ എന്താ, ഞാൻ ഉദ്ദേശപൂർവ്വം ചെയ്യാതെ ുമ്പോഴുള്ള കുഴപ്പമാണത്. അള്ളാഹു അക്ബർ ലേശം നീട്ടുന്നത് എടപ്പറ്റ ആ ഭാഗത്ത് ഒരു പിന്നെ അരി വിതരണം ഉണ്ട്. അരി വിതരണം റമദാൻ മാസത്തിൽ ലീഗയുടെ അരി വിതരണം. അപ്പൊ എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പൊ ഞാൻ അവിടെ ചെന്ന സമയത്ത് ചെന്ന് നോക്കുമ്പോ നമ്മളിപ്പോ ഒരു റിലീഫ് അല്ലേ, അപ്പൊ റിലീഫ് എന്തേക്കാരം പ്രസംഗിക്കാം, ഒരു റിലീഫാ. അപ്പൊ കുറെ മുസ്ലിങ്ങളോ കൂടി ഉണ്ടാവും, അതിന്റെ മാസവും പൂരിശൊക്കെ പറഞ്ഞാണ്ട് അതേക്കാരം പ്രസംഗിക്കേണ്ടി വരാം. ഞാൻ ചെന്ന് നോക്കുമ്പോണ്ട് ഒരുപാട് ഹരിജൻ സ്ത്രീകൾ, കുറെ ചെറുമികളും ചെറുമെന്നിപ്പോ പറയാൻ പാടില്ല, ഹരിജനും ഇപ്പൊ പറയാൻ പാടില്ല, എന്തായാലും പട്ടികജാതി എങ്ങനെ പറയേണ്ടത്. ഇപ്പൊ പട്ടികജാതിപ്പെട്ട കുറെ അതാപ്പോ എത്ര മുന്തിയത് ഹരിജൻ എന്നതിനേക്കാളും മുന്തിയതാണ് ഇപ്പൊ പട്ടികജാതി എന്നാണ് ഓരോ വിചാരം. എന്തായാലും അങ്ങനെ ഇപ്പൊ പറയാൻ പാടില്ല, ഹരിജനും പറയാൻ പാടില്ല. നമ്മളെ മുഖ്യമന്ത്രി നായനാരാണ് കുട്ടപ്പന ഹരിജൻ വിളിച്ചിട്ട് കേസായാലും ഉപരിക്കെതിരിൽ അങ്ങനെയൊന്നും വിളിച്ചാൻ പാടില്ല. ഏതായാലും അത് പോട്ടെ. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ കുറെ പട്ടികജാതിപ്പെട്ട ആണുങ്ങളും പെണ്ണുങ്ങളും മുന്നിലിരിക്കുന്നു. അപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പോ പിന്നെ കുറെ മുസ്ലിങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ നോക്കിയിട്ട് സദസ്സിനിങ്ങനെ നോക്കിയിട്ട് ഇത് പിന്നെ ബിലീഫ് നോക്കാതെയുള്ള റിലീഫാണ് എന്ന് പറഞ്ഞാൽ, വിശ്വാസം നോക്കാതെയുള്ള ആശ്വാസമാണ് എന്ന് പറഞ്ഞാല് ഇത് കൊടുക്കുന്നത് ശിഹാബ് തങ്ങളുടെ പേരിലാണ്. ശിഹാബ് തങ്ങളുടെ പേരിൽ തന്നെയാണ് ഇത് കൊടുക്കേണ്ടത്. കാരണം ശിഹാബ് തങ്ങൾ ആരാണ്? അദ്ദേഹം ഒരിക്കലും പാണക്കാട് നിൽക്കുന്ന സമയം പാണക്കാട് മീറ്റിംഗ് നടക്കണം. മീറ്റിംഗ് ആരുടെയാണ്? UDF മീറ്റിംഗാ. വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ട്, വയലാർ രവി, കുഞ്ഞാലിക്കുട്ടി എല്ലാവരും
ഉണ്ട്. അങ്ങനെ ആന്റണി എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ഉണ്ട്. അങ്ങനെയുള്ള മീറ്റിംഗാണ്. അപ്പൊ ആ മീറ്റിംഗില് ശിഹാബ് തങ്ങൾ ഒരു ശബ്ദം കേട്ട് പുറത്തുനിന്ന് ഒരു നെരോളി കേട്ടു. ശിഹാബ് തങ്ങൾ ആളെ പറഞ്ഞയച്ചു. ആരവിടെ നെരോളി ചെന്ന് നോക്കുമ്പോ വന്നിട്ട് പറഞ്ഞു, ഒരു പട്ടികാടിപ്പെട്ട ഒരു പെണ്ണാണ്, ഓൾ നിങ്ങളെ കാണാന്ന് പറഞ്ഞിട്ട് നെരോളിച്ചാണെന്ന് പറഞ്ഞു. അതിൽ തങ്ങൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോയാണ്ട് എന്തേ പോകുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു സ്ത്രീയോട്. മീറ്റിംഗ് അങ്ങനെ ഗൗരവത്തിൽ നടക്കുകയാണ് അവിടെ. അപ്പൊ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോയാണ്ട് എന്താണ് പ്രശ്നം, എന്തേ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, നമ്മളെ എന്റെ പജ്ജിനെ, ഞാനും എന്റെ കുട്ടികളും ജീവിക്കുന്നത് ഒരു പജ്ജിനെ കറന്നിട്ട് പാല് വിറ്റിട്ടാണ്. ആ പജ്ജ് ഇപ്പൊ ചവിട്ടാണ് തങ്ങളെ, കറക്കാൻ അയക്കണില്ലല്ലോ, ഇന്റെ ഉപജീവനം മുടങ്ങിയാലോ തങ്ങളെ എന്നാണ് വിളിച്ചു. അപ്പൊ തങ്ങൾ എന്ത് ചെയ്തേ, ഒരു നൂലിട്ടാണ്ട് മന്ത്രിച്ചാണ്ട് ഇത് പജ്ജിന്റെ കൗത്തിലാണ് കെട്ടികളെ, ഇനി പിന്നെ പജ്ജ് ചാടൂല ചവിട്ടൂല എന്ന് പറഞ്ഞാണ്ട് ഒരു കവർ എടുത്തിട്ട് എത്ര സംഖ്യ ഇട്ടുകാണ്ട് ഈ സ്ത്രീക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവർ പോയി. അങ്ങനെ അപ്പോൾ പിന്നെ അവിടെ ഒരു പിന്നെ കേരള സംസ്ഥാനം മുഴുവൻ കറക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴും ശിഹാബ് തങ്ങൾക്ക് ഒരു പട്ടികജാതിയിൽപ്പെട്ട പെണ്ണിന്റെ പൈച്ചിനെ കറക്കുന്ന കാര്യമാണ് വിഷയമായത്. അപ്പോ ഇതാരാ സദസ്സൊക്കെ ഹരിജൻസാണ്, ഓരോട് തന്നെ പറയേണ്ടത്. അപ്പൊ ചെന്നിങ്ങനെ നോക്കുന്ന സമയത്തേക്കാരും നമുക്ക് എന്താ പ്രസംഗിക്കുന്നത് ആലോചിക്കേണ്ടി വരിക. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, നേരത്തെ ഒരു സ്ഥിതി എന്തായിരുന്നു നിങ്ങൾക്കറിയോ? നമ്മുടെ സംസ്ഥാനത്തിന്റെ, നമ്മുടെ ഈ കേരളത്തിന്റെ സ്ഥിതി എന്തായിരുന്നു നേരത്തെ? ഇവിടെ ബ്രാഹ്മിൻസിന്റെ ഉയർന്ന ജാതിക്കാര് താണജാതിക്കാരെ ഇടങ്ങേറാക്കിയ കാലം മുമ്പുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ അവർക്ക് വീടുണ്ടാവില്ല. എന്നിട്ട് വീടില്ലാതെ ഒരു ബ്രാഹ്മണന്റെ നമ്പൂരിയുടെ ഏതെങ്കിലും വളപ്പില് ഒരു ചാള വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്പൂരിക്ക് ഈ ചർമ്മനെ കുടിവെപ്പിക്കണം എന്ന് വെച്ചാൽ എന്താ, എന്തെങ്കിലും കളവ് നടത്തി എന്നൊക്കെ പറഞ്ഞാൽ ആരോപണം നടത്തും. ഇത്തരത്തിലുള്ള സ്ഥിതി ഉണ്ടായിരുന്നത്. ആ സ്ഥിതി എന്നൊക്കെ നമ്മൾ നാട് മോചിച്ചു വന്നതില് ഇങ്ങനത്തെ വിശ്വാസങ്ങൾക്കൊക്കെ പങ്കുണ്ട് പറഞ്ഞാൽ ഒരു കഥ പറഞ്ഞു. ഒരു ചെറുകാട് എന്നൊരു കവിയുണ്ട്. ചെറുകാട് എന്നുള്ള പിന്നെ കവിത ഇതിന്റെ രീതിയൊക്കെ മനസ്സിലാക്കാനും പ്രസംഗിക്കേണ്ട രീതിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അങ്ങനെ ചെറുകാടിന്റെ കവിതന്റെ ചെറുമൻ കുഞ്ഞാമൻ. അന്ന് ചെറുമെന്ന് പറയാൻ പറ്റും കവിത എഴുതി അന്ന്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ ചെറുമൻ കുഞ്ഞാമൻ. മേലാളന്റെ പടിക്കരിലേക്കും ചെറുമൻ കുഞ്ഞാമൻ, മേലും കീഴും കരുതിയിടാതൊരു കുറ്റം ചെയ്തത്രേ. കൈകളിലാമം കവിളിൽ കണ്ണീർ മെയ്യിലടിപ്പാട്, കരളിൽ കത്തിക്കാളും വേദന പൂകുഞ്ഞാമൻ. ആര്യങ്കാവിലെ ദൈവത്താണേ കണ്ണത്താറാണേ, അടിയനകായിലെ ഉരുളി എടുത്തിട്ടില്ല മൂത്താരെ. നാളെ ചാള പൊളിച്ചു പറമ്പു മടക്കി തന്നോളാം, നാളെ ചാള പൊളിച്ചു പറമ്പു മടക്കി തന്നോളാം. കൊപ്പിക്കാരോടടിയനെ വിടുവാൻ പറയൂ മൂത്താരെ. ആരാ നമ്മളെ മുന്നിലിരിക്കുന്നത് ആരാ? അപ്പൊ എന്തോ ഒരു ആവേശമായിട്ട് എനിക്ക് കുറെ എന്താ പടിയാതിപ്പെട്ട ആണുങ്ങളും പെണ്ണുങ്ങളോ ഇരിക്കണതേ. അപ്പൊ അവരെ കാണുമ്പോൾ നമ്മൾ വേറെ തത്വങ്ങളൊന്നും അല്ല പറയേണ്ടത്. അവരെ കാണുമ്പോൾ അതിനനുസരിച്ച് പ്രസംഗിക്കണം. അതിനെന്ത് വേണം? നമ്മളെ ഉള്ളിൽ സ്റ്റോക്ക് വേണം. അതാ ഞാൻ പറഞ്ഞത്, വിവരം വേണം. വളരെ വ്യാപകമായിട്ടുള്ള വായന വേണം. അപ്പോഴതിന് പറ്റുള്ളൂ. മറ്റേത് നമ്മളെന്താ പഠിച്ചിട്ടെന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കണ്ട് ഒരു സദസ്സിന്റെ മുമ്പാകെ ചെന്നുകാണ്ട് ആ സദസ്സ് ചിലപ്പോ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഈ പ്രസംഗം കേൾക്കാൻ പറ്റുന്ന സദസ്സ് ഇപ്പോൾ ഒന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പൊ നേരത്തെ മമ്പാട് സമയം വൈകി കഴിഞ്ഞോ മമ്പാട് കോളേജിലെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. ഞാൻ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് അറബി സെമിനാർ, അന്താരാഷ്ട്ര അറബി സെമിനാറിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിന്റെ അമീറായിരുന്നു ഒരു മുഹമ്മദ് യൂസുഫ് സാഹിബ്. അയാൾ അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിന്റെ അമീറാണ്. അപ്പൊ അയാള് അറബി സെമിനാറിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് കുറെ പേജുകളുള്ള ഒരു പ്രബന്ധം എഴുതിക്കൊന്നും കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾക്ക് നേരത്തിന് എത്താൻ പറ്റിയില്ല. അയാൾ സെമിനാർ കഴിക്കാനായപ്പോൾ എത്തിയത്. പിന്നെ അവിടെ ഇത് വായിക്കാൻ അവസരം ഉണ്ടായില്ല. അങ്ങനെ മഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ വന്ന ആൾക്കാർ, കുറച്ച് പ്രതിനിധികൾക്ക് ലോകാടിസ്ഥാനത്തിൽ സിരിയുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഈജിപ്തിന് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കൂടി സ്വീകരണം വെച്ചിരുന്നു. ഈ സ്വീകരണ യോഗത്തിൽ ആരാ വരിക? സെമിനാറിൽ കുറെ ഇന്റലക്ച്വൽസും അതിൽ കുറെ അക്കാഡമീഷ്യന്മാരും ഒക്കെ വരിക. അവിടെ വായിക്കാൻ പറ്റുന്ന പ്രസംഗമാണ്. എന്നിട്ട് ഇയാൾ വന്നുകൊണ്ട് 2 മണിക്കൂർ നേരം അവിടെ വായിക്കേണ്ട ആ പ്രബന്ധം അങ്ങനെ വായിക്കണേ. അവിടെ നിന്നുകൊണ്ട് ആൾക്കാർ ഇടങ്ങേറായിട്ട് പിരാഗിയിട്ട്, കാരണം എന്താ, അവിടെ പ്രസംഗിച്ച് ആ പ്രബന്ധവും കൂടി ഇവിടെ കൊണ്ടുവന്ന് കണ്ടിട്ട് ഇടങ്ങേറായി ആൾക്കാർ ഒച്ച ഉണ്ടാക്കൽ തുടങ്ങി. എന്റെ ഇപ്പോൾ സംഭവിച്ചത്, ആ സെമിനാറിൽ വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി വായിക്കാൻ ആ മൂപ്പരുടെ എഴുതി കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നാടന്മാര് എല്ലാവരും കൂടി പൊതുജനങ്ങളുള്ളതല്ലേ, സ്വീകരണല്ലേ. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുവന്ന് നടത്ത് വളർത്തിയാൽ ഇതിങ്ങനെ വായിച്ചാൽ എങ്ങനെ? അപ്പൊ അതുപോലെ ഔചിത്യബോധമില്ലാത്ത രീതിയിലുള്ള പ്രസംഗം പാടില്ല. ഞാനിപ്പോ നീട്ടുണ്ടെങ്കിൽ ഇതും ഔചിത്യബോധമില്ലാത്തതിന് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഞാൻ അധികം പറയുന്നില്ല. അപ്പോ ഏറ്റവും
ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേറൊരു സംഗതി തന്നെ ഔചിത്യബോധം. ഇപ്പൊ നിർത്താനായിക്കണമെന്ന് തോന്നുക. ആൾക്കാരെ മുഖത്ത് നോക്കുക, നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. നേരത്തെ മത്തായിച്ച് നോക്കിയ മാതിരിയല്ല, നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇപ്പൊ നിർത്താനായിക്കണമെന്ന് മനസ്സിലാവും. ആ സമയത്ത് നമ്മൾ നിർത്തുകയും ചെയ്യണം. നിങ്ങൾ നാട്ടിലെ മുസ്ലിം സിലിയറൊക്കെ പ്രസംഗം ചിലപ്പോൾ കാസറ്റിൽ കേട്ടിട്ടുണ്ടായിരിക്കും. നല്ല അതാ മുസ്ലിം സിലിയർ പ്രസംഗത്തിന്റെ ഒരു പ്രധാന ഗുണം അതാണ്. അദ്ദേഹം എപ്പോഴും ആൾക്കാർക്ക് മര്യാദ അപ്പ് നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ അതൊരു വലിയ ഗുണമാണ് പ്രസംഗത്തിന്റെ. ഒരിക്കലും തന്നെ ഇസ്രു വരാത്തു അശ്രു ബഷിറു വരാത്തു നഫിറു എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആൾക്കാർക്ക് എളുപ്പമുണ്ടായി കൊടുക്കണം, ആരും ഇടങ്ങേറാക്കരുത്. ബഷിറു ജനങ്ങളെ സന്തോഷിപ്പിക്കണം, വലാത്തു നഫിറു വെറുപ്പിക്കരുത്. ആൾക്കാർ ഒരിക്കലും തന്നെ നമ്മളെ പ്രസംഗം കൊണ്ട് നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം മത്സരങ്ങളിൽ കൂടി ഫെസ്റ്റിൽ കൂടിയൊക്കെ നിങ്ങൾക്ക് പോകാനുള്ള സമൂഹം, നിങ്ങൾക്ക് അഭിസംബോധന ചെയ്യാനുള്ള സമൂഹം, ആ സമൂഹം എത്തരത്തിലുള്ളതാണ്, ആ സമൂഹത്തിന്റെ ലാംഗ്വേജ് ഏതാണ്, അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള സജ്ജീകരണം, അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ, അതിനുള്ള അവസരങ്ങളായിട്ട് വേണം ഇത്തരത്തിലുള്ള ഫെസ്റ്റുകളൊക്കെ നമ്മൾ മാറ്റാൻ. അതുകൊണ്ട് മറ്റെല്ലാ ഇനങ്ങളെക്കാളും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിട്ട് വന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പലതും വരിക. അങ്ങനെ വരുന്ന സമയത്ത് അതിനെ നേരിടാൻ പറ്റില്ല നമുക്ക്. പ്രത്യേകിച്ച് ഇന്നത്തെ ചെറുപ്പക്കാർ നോക്കി, നിങ്ങൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന പുതുതലമുറ എന്ന് പറയുന്ന ന്യൂ ജനറേഷന്റെ സ്ഥിതി എന്താണ്? ആ ജനറേഷനെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇറങ്ങിപ്പോകുന്ന ഓരോ ജനറേഷനും അതാത് പിന്നെ ഓരോ ബാച്ചുകളുടെ ജനറേഷൻ ഏതാണെന്നാണ് കാണേണ്ടത്. നമ്മുടെ ജനറേഷൻ ഏതാണ്, ആ ജനറേഷന്റെ ലാംഗ്വേജ് ഏതാണ്, എത്തരത്തിലുള്ള ലാംഗ്വേജിൽ പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുക. അന്നിലക്കുള്ള പ്രിപ്പറേഷൻ, അതിനുവേണ്ടി നമ്മളെ പാകപ്പെടുത്താനും ഒരുക്കാനും അങ്ങനെ നല്ല മൂർച്ചയുള്ള നാക്ക്, അതായത് യുടെ സദസ്സിൽ വന്നുകൊണ്ട് പ്രസംഗിച്ചപ്പോ പുറത്തുനിന്ന് വന്ന ആൾക്കാർ പറഞ്ഞത് ഇവര് നല്ല സിദ്ധിയുള്ളവരാണെന്ന് പറഞ്ഞാണ്. അവരെ പ്രസംഗം കേട്ടിട്ട് ഇസ്ലാമിൽ ആകർഷകരായില്ലേ. അപ്പൊ അത്തരത്തിലുള്ള ഉജ്ജ്വലമായ വാഗ്മികളാവാനുള്ള സജ്ജീകരണവും തയ്യാറെടുപ്പുമാണ്. ഈ അവസരത്തിലൊക്കെ നിങ്ങൾ അതിനുള്ള ഉത്സാഹമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടന്ന ഈ ഫെസ്റ്റിൽ പങ്കെടുത്ത് വിജയിച്ചവർക്കും ഇനി വിജയിക്കാത്തവർക്കും, വിജയം എന്ന് പറഞ്ഞാല് ചിലപ്പോ വിജയിച്ചിട്ടുണ്ടാവും ചില ആൾക്കാർ, ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ശ്രമമാണല്ലോ ഏറ്റവും വലുത്. ഇവിടെ സൂചിപ്പിച്ചല്ലോ മൻജദ്ദ, ആ പരിശ്രമം എന്നുള്ളതാണ് വലുത്. വജത ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, പരിശ്രമമാണ്. പരിശ്രമത്തിന്റെ വഴിയിലാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. ഏതായാലും അതിനുള്ള നല്ലൊരു വേദിയായിട്ട് നിങ്ങളുടെ ഈ അവസരം ഉപയോഗപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൈകിയെങ്കിൽ ക്ഷമിക്കണം. വാഹിർ റഹ്മാൻ അൽഹംദുലില്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.